വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ത്? സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉണ്ട്. അവ്വലുമാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ വഹി അർ-റുഅയ സ്സാദിഖ. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുടങ്ങിയ എന്താ? യഥാർത്ഥ സ്വപ്നമാണ്. കിനാവ് കണ്ട്. എത്ര? 40 വയസ്സ് പൂർത്തിയായി 41 തുടങ്ങുമ്പോൾ 6 മാസക്കാലം കിനാവ്. എന്താ കിനാവ്? കിനാവില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൊള്ള ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും ഖുർആൻ ഓതി കേൾപ്പിക്കുന്നതും അതുപോലെ തന്നെ കിനാവില് പിന്നീടുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നു. മക്ക മുശ്രിക്കീങ്ങളുടെ അവസ്ഥ, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബാക്കളെയും മക്കക്കാരും ഉപദ്രവിക്കുന്നത്, അങ്ങനെ ഹിജറ പോകുന്ന അവസ്ഥ, ഇതൊക്കെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ ഹിജറ പോയി അതിൻ്റെ ശേഷം മദീനയിൽ താമസിക്കുമ്പോൾ മദീനയിലേക്ക് മുശ്രിക്കീങ്ങളുടെ ഉപദ്രവം എത്തുക, അങ്ങനെ ബദർ യുദ്ധമുണ്ടാവുക, ഉഹദ്, ഖന്ദഖ്, ഇങ്ങനെ പലതും, മക്ക ഫത്ഹ് വരെ, ഹജ്ജത്തുൽ വിദാഅ് വരെ, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെയുള്ള സർവ്വ കാര്യങ്ങളും 6 മാസങ്ങളോളം സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതറിയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം വഹി വന്നപ്പോൾ ഖദീജ ബീവിയോടോ അല്ലെങ്കിൽ വറഖത്ത് ബിൻ നൗഫലിനോടോ പറഞ്ഞില്ല, ഞാൻ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട് എന്ന് വഹി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. എന്തിന്? അവർ തന്നെ മനസ്സിലാക്കി പറയട്ടെ. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞെന്താണ്? പേടിക്കണ്ട, അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊള്ള വന്ന പോലെ തീരിക്കുന്ന ഒരു ദൂതനാണ്, റസൂലാണ്. നിങ്ങൾ അല്ലാഹു തആല നബിയാക്കിയിട്ടുണ്ട്. നിങ്ങളെ ഈ നാട്ടുകാര് നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കും. ആ സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ സാധിക്കുന്ന എല്ലാ വിധത്തിലുള്ള സഹായവും ഞാൻ സഹായിക്കും. അപ്പൊ അവര് മനസ്സിലാക്കിയത്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചെന്താണ്? പേടിച്ചത് ഇത് വലിയ ഉത്തരവാദിത്തമാണ്, ഇത് എങ്ങനെ ഞാൻ പൂർത്തിയാക്കും? ഒരു പ്രയാസമുണ്ടല്ലോ, പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ അറിയും. അത്രയും വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വക്കന്ന് ഏറ്റുവാങ്ങി അതിനെവിടെ പ്രബോധനം ചെയ്തു. മക്കയിലും പിന്നെ മദീനയിലും പല സംഭവങ്ങളും നമ്മൾക്കറിയാം. മുസ്ലിമീങ്ങളായ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഹിജറയും ബദറും ഉഹദും ഖന്ദഖും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ ഉണ്ടായില്ലേ? എന്തിന്റെ പേരിൽ? അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യത്തെ കൊണ്ട് വന്ന് ജനങ്ങളെ അറിയിച്ചതിന്റെ പേരിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് വലിയൊരു പ്രസംഗം ചെയ്തു. അതിൽ എല്ലാ കാര്യങ്ങളെയും പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദീനിന്റെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ആ പ്രസംഗത്തിന്റെ അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ മുതല്, നിങ്ങളുടെ അഭിമാനം, അത് വലിയ ബഹുമാനമുള്ളതാണ്. ഈ മാസം, അതാ ഈ ദിവസം, ഇത് പെരുന്നാള് ദിവസം, അതുപോലെ പെരുന്നാള് ദിവസം ദുൽഹിജ്ജ മാസം ഹറം ഭൂമി, ഈ ഭൂമിയിൽ ഒരാള് ഇതിന്റെ ബഹുമാനത്തെ കളഞ്ഞവൻ തെറ്റിയുകയാണെങ്കിൽ അത് എത്ര വലിയ കുറ്റമായിരിക്കും. അതേപോലെ തന്നെ ഒരാള് മറ്റൊരാളുടെ മുതൽ പിടിച്ചെടുക്കുക, ഒരാളെ ആക്രമിക്കുക, അവന്റെ ചോര ഒലിപ്പിക്കുക, അവനെ അപമാനിക്കുക, ഇതൊക്കെ വലിയ ഗൗരവമേറിയ കുറ്റമാണ്.
ഇതുപോലത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് പറഞ്ഞ് അവസാനമാകുമ്പോഴേക്ക് സഹാബാക്കളോട് ചോദിക്കുന്നു. ലക്ഷത്തിലധികം സഹാബാക്കളുണ്ട്. അവരോട് ഹൽ ബല്ലഗ്തു, എന്റെ സഹാബാക്കളെ എന്നെ അല്ല ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, ആ ജവാബ്ദാരി നിങ്ങളെ ഞാൻ എത്തിച്ചു തന്നില്ലേ, നിങ്ങളെ ഏൽപ്പിച്ചില്ലേ? സഹാബാക്കൾ പറഞ്ഞു, അതേ നബിയെ, തങ്ങളുടെ ജവാബ്ദാരി പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിൽബാത്തി കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹ് നീ സാക്ഷി നിൽക്കണേ അല്ലാഹ്, നീ സാക്ഷി നിൽക്കണേ അല്ലാഹ്, നിന്നെ ഞാൻ സാക്ഷിയാക്കുന്നു അല്ലാഹ്. എന്തിന്? എന്റെ ജവാബ്ദാരി പൂർത്തിയായി. ഇതാ ഈ സഹാബാക്കൾ ഇതിനെ ഏറ്റെടുത്തു. ഈ ജവാബ്ദാരിനെ എന്റെ സഹാബാക്കൾ ഏറ്റെടുത്തു. സഹാബാക്കൾ ഏറ്റെടുത്തത് എങ്ങനെ? അവര് മാത്രമല്ല, ഈ ഉമ്മത്ത് തന്നെ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചത് ഈ ഉമ്മത്തിനെയായിരുന്നു. ഏറ്റെടുത്തു. എന്റെ ഉത്തരവാദിത്തം പൂർത്തിയായി. ഇത് കഴിഞ്ഞ് ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് അതിന്റെ നേരെ പിറകെയുള്ള റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. അങ്ങനെ മഹാന്മാരായ സഹാബാക്കൾ എന്ത് ചെയ്തു? ഈ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്തു. ആ ഹജ്ജത്തുൽ വിദാഇൽ തന്നെയാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് ഇറങ്ങിയതും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നു. അല്ലാഹ് ദീനിനെ ഞാൻ പൂർത്തിയാക്കി. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി തുടങ്ങലോടുകൂടെ ദീൻ ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അത് പൂർത്തിയായത് ഹജ്ജത്തുൽ വിദായിലാണ്. ഈ ദീനിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. എല്ലാവരും സന്തോഷിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു അവിടെ അടുത്ത് തന്നെ. ഉമർ ഇബ്നുൽ ഖത്താബ് കരയാൻ തുടങ്ങി. മറ്റുള്ള സഹാബാക്കൾക്ക് അത്ഭുതം. എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു അവസരം, ദീന് പൂർത്തിയായല്ലോ. ഈ ദീന് പൂർത്തിയാവാൻ വേണ്ടി നമ്മൾ പെട്ട പാട് എത്രയാണ്. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ഞത്തെ പാറക്കല്ലെടുത്ത് വെച്ച് ശിക്ഷിച്ചില്ലേ? സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യസ്ഥാനത്ത് മുള കഷ്ണം കയറ്റി അവരെ കൊന്നില്ലേ? അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നില്ലേ? അമ്മാറിനെ ശിക്ഷിച്ചില്ലേ? അതുപോലത്തെ എത്ര സംഭവങ്ങൾ. മക്ക നാട്ടിൽ നമ്മൾക്ക് താമസിക്കാൻ സാധ്യമല്ലാതെയായി. ഇപ്പോൾ എന്ത് ചെയ്ത്? മക്കയെ രണ്ടാമത് പിടിച്ചെടുത്തു. എല്ലാമായി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് അല്ലാഹ് പറഞ്ഞു സന്തോഷിക്കേണ്ട ദിവസം ഉമർ ഇബ്നു ഖത്താബ് കരഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറ്റുള്ളവർ അത്ഭുതപ്പെടുമ്പോൾ പറയുന്നു, ഇത് കരയേണ്ട ദിവസമാണ്, സന്തോഷിക്കേണ്ട ദിവസമല്ല. എന്താണ്? ദീൻ പൂർത്തിയായി. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനെ പൂർത്തിയാക്കാൻ വേണ്ടി വന്നവരാണ്, ദീന് പഠിപ്പിക്കാൻ വേണ്ടി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിട്ടു പോവുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ നബി എന്താണ് പറഞ്ഞത്? നമ്മളോട് ചോദിച്ചു, എന്റെ ഉത്തരവാദിത്തം ഞാൻ പൂർത്തിയാക്കില്ലേ? നമ്മളത് സമ്മതിച്ചു. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷി നിർത്തി. അല്ലാഹുവിനെ സാക്ഷി നിർത്തി നമ്മൾ ഏറ്റെടുത്തു എന്ന്. ഇനി നമ്മളുടെ തലയിലാണ് ഈ ഉത്തരവാദിത്തം. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരവാദിത്തം മുഴുവൻ പൂർത്തിയാക്കി കഴിഞ്ഞു. നമ്മളെ വിട്ടുപിരിഞ്ഞു പോവുകയാണ്. ഈ ദീനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണ്ടിയിരിക്കുന്ന ഉത്തരവാദിത്തം നമ്മുടേതാണ്. ഉമർ ഇബ്നു ഖത്താബ് മനസ്സിലാക്കി ആദ്യം, പിന്നീട് സകല സഹാബാക്കളും മനസ്സിലാക്കി. അതേപോലെ ഈ സഹാബാക്കളുടെ അവസ്ഥ അതിന്റെ പുറകെയുള്ളത് എന്തായിരുന്നു? ഹജ്ജത്തുൽ വിദായിലുണ്ടായിരുന്ന സഹാബാക്കൾ എത്ര? 1 ലക്ഷമല്ല, ഏകദേശം 2 ലക്ഷത്തോളം സഹാബാക്കൾ ഉണ്ടായിരുന്നു.
1,40,000 സഹാബാക്കൾ അല്ല അതിലധികം ഉണ്ടായിരുന്നു ഹജ്ജത്തുൽ വിദാഇൽ എന്ന്. എന്നാൽ ഹജ്ജത്തുൽ വിദാഇന്റെ മുമ്പ് വഫാത്തായി പോയ എത്രയോ സഹാബാക്കൾ, ഹജ്ജത്തുൽ വിദാഇൽ വരാൻ സാധിക്കാതിരിക്കുന്ന സഹാബാക്കൾ ഉണ്ടായിരുന്നു. ഹജ്ജത്തുൽ വിദാഇന്റെ ശേഷം വിശ്വസിച്ചത് ഇരിക്കുന്ന ആളുകളും എത്രയോ സഹാബാക്കൾ, ലക്ഷക്കണക്കിന് സഹാബാക്കൾ. എവിടെയാണ് ഈ സഹാബാക്കളുടെ കേന്ദ്രം? മദീന മുനവ്വറയായിരുന്നു. ഇന്ന് ആ മദീനയിൽ പോയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മദീനയിലെ ഖബർസ്ഥാൻ ജന്നത്തുൽ ബഖീഅ്, മക്കയിലെ ഖബർസ്ഥാൻ ജന്നത്തുൽ മുഅല്ല. സഹാബാക്കളുടെ ചരിത്രം എഴുതിയ പണ്ഡിതന്മാര്, ചരിത്രകാരന്മാര് പറയുന്നു, ജന്നത്തുൽ ബഖീഇൽ സഹാബാക്കളുടെ ഖബർ, എത്ര സഹാബാക്കളെ മറമാടിയിട്ടുണ്ട് എന്ന് കണക്കെടുത്താൽ 10,000-ന്റെ ഉള്ളിലാണ് ആ സഹാബാക്കളുടെ ഖബർ ജന്നത്തുൽ ബഖീഇൽ മദീനത്തെ ഖബർസ്ഥാനിൽ ഉള്ളത്. പിന്നെ അതിനേക്കാൾ എത്രയോ കുറവാണ് ജന്നത്തുൽ മുഅല്ലയിൽ മക്കത്ത് ഉള്ളത്. അങ്ങനെ അധികം വന്നാൽ ഒരു 10,000-15,000 സഹാബാക്കളുടെ ഖബറാണ് മദീനയിലും മക്കത്തുമായിട്ടുള്ളത്. ഈ ലക്ഷക്കണക്കിന് വരുന്ന ബാക്കിയുള്ള സഹാബാക്കളുടെ ഖബറുകൾ എവിടെ വഫാത്തായി? മഹാന്മാരായ സഹാബാക്കൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ പിറകെ അവർ തുടങ്ങി ഈ ദീനിന്റെ ഉത്തരവാദിത്തം, ഈ ദീനിന്റെ കാര്യം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മദീനയിൽ മാത്രം അവർ നിന്നില്ല. അറബ് നാട്ടിൽ മാത്രമല്ല, അറബ് നാടുകളിൽ നിന്ന് പുറം നാടുകളിലേക്ക് അവരിറങ്ങി. അങ്ങനെ ആ സഹാബാക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു. നമ്മളുടെ ഇന്ത്യയിലും വന്നു. പല സഹാബാക്കളും ഇന്ത്യന്റെ പല ഭാഗങ്ങളിലും വന്ന് അവർ വഫാത്തായിട്ടുണ്ട്. അത്ഹാർ മുബാറക് പൂരി അദ്ദേഹത്തിന്റെ സഹാബാക്കളെ സംബന്ധിച്ച് ഫീമം വറദബിന് സഹാബത്തിരൽ ഹിന്ദ്, ഇന്ത്യയിൽ വന്നിരിക്കുന്ന സഹാബാക്കളെ പറ്റി എഴുതി പല ഭാഗങ്ങളുടെ സഹാബാക്കളുടെ മക്ബറയുണ്ട് എന്ന് പറയും. അതേപോലെ കിഴക്ക് ഭാഗത്ത് പോയാൽ ഇന്തോനേഷ്യയിൽ മഹാന്മാരായ സഹാബാക്കളുടെ ഖബറുകളുണ്ട്. അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് പോയാൽ മൊറോക്കോ വരെ മഹാന്മാരായ സഹാബാക്കളുടെ ഖബറുകളുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ടാണ് അവർ വഫാത്തായത് മഹാന്മാരായ സഹാബാക്കൾ. എന്തിന് അവര് പോയത്? അവര് കച്ചവടത്തിന് വേണ്ടി പോയതാണോ? അല്ല വേറെ വല്ല ആവശ്യത്തിനും ആണോ? അവരുടെ ഉദ്ദേശം കച്ചവടമല്ല, ദുനിയാവ് സമ്പാദിക്കൽ ആയിരുന്നില്ല. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജവാബ്ദാരി, ഉത്തരവാദിത്തം പൂർത്തിയാക്കൽ, ദീന് ജനങ്ങളെ എത്തിച്ചു കൊടുക്കൽ, അള്ളാന്റെ ദീന്. ആ ദീനനുസരിച്ച് നടന്നാൽ മനുഷ്യൻ നന്നായി, അല്ലേ മനുഷ്യൻ ദുഷിച്ചു, മോശപ്പെട്ടവനായി. ദീനനുസരിച്ച് മനുഷ്യൻ നടക്കണം, അപ്പോഴേ നല്ലവനാവും. ഈ ദീൻ പഠിപ്പിച്ചെന്താണ്? അല്ലാഹു നബി അവസാനം പറഞ്ഞില്ലേ, നിങ്ങളുടെ ചോരയ്ക്ക് വിലയുണ്ട്, വലിയ ആദരവുള്ളതാണ്. ഒരാള് മറ്റൊരാളെ കൊല്ലാൻ പാടില്ല, ഒരാളെ കൈ പൊളിക്കാൻ പാടില്ല, കാല് തച്ച് പൊളിക്കാൻ പാടില്ല, കണ്ണ് പൊട്ടിക്കാൻ പാടില്ല, മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല, അതിവണ് ഇല്ലാതെയാവണം, സ്വത്ത് പിടിച്ചെടുക്കാൻ പാടില്ല, ഒരാളെ സ്വത്ത് കട്ടെടുക്കാനോ പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ ഏത് നിലക്കും തെറ്റായ വഴിയിലൂടെ മറ്റൊരാളെ മുതലെടുക്കാൻ പറ്റുകയില്ല, ഒരാള് മറ്റൊരാളെ മാനം കെടുത്താൻ പറ്റുകയില്ല. ഇതാണ് പറഞ്ഞ. അതേപോലെ വ്യഭിചരിക്കാൻ പാടില്ല, കള്ള് കുടിക്കരുത്. ഈ ജനത്തെ എന്തെല്ലാമാണ് പഠിപ്പിച്ചത്. നല്ല നിലക്ക് മനുഷ്യൻ സൽസ്വഭാവിയായി ജീവിക്കണം. സൽസ്വഭാവിയായിട്ട് മനുഷ്യൻ എല്ലാവർക്കും ഗുണമുള്ളവനാവണം.
ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് ഗുണം ചെയ്യുന്നവരാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ആരും ഏതൊരുത്തനും മൂമിനാവണമെങ്കിൽ എന്ത് വേണം? നീ സ്വന്തം നിനക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതിനെ നിന്റെ സഹോദരനിക്കും നീ ഇഷ്ടപ്പെടണോ? നിനക്കെന്താണ് നീ ഇഷ്ടപ്പെടുന്നത്? നിനക്ക് നല്ല അവസ്ഥ വേണം. അതെല്ലാം എന്റെ മുഅ്മിനായ സഹോദരനും ഉണ്ടാവണം. ഇതാഗ്രഹിക്കണം. മറ്റവൻ ബുദ്ധിമുട്ടാൻ പാടില്ല. ഞാൻ തിന്നുന്നു, അവനും തിന്നണം. ഞാൻ കുടിക്കുന്നു, അവനും കുടിക്കണം. എനിക്ക് വസ്ത്രമുണ്ട്, അവനും വേണം. എനിക്ക് പാർക്കാൻ വീടുണ്ട്, എനിക്ക് സുഖടാൽ മരുന്നിന് വകയുണ്ട്. അത് എന്റെ സഹോദരന്മാർക്ക് വേണം എന്നുള്ള ഈ ഓർമ്മ ഓരോരുത്തരിലും വേണം. അത് ഉണ്ടാവണം. ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. മനുഷ്യന്റെ ഉത്തരവാദിത്തമാണിത്. ഒരു മൂമിനിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് എല്ലാം പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണമെന്നറിയുമോ? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീന്, ആ ദീനിനെ അതിന് അല്ലാഹുവിന്റെ നബി കൊണ്ടുവന്ന ആ ദീനിന് ഒരു വ്യത്യാസവും കൂടാതെ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹർഫ് പോലും അതിന് മാറ്റം വരുത്താതെ അത് കൊണ്ടു നടക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അല്ലാഹ് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. നിങ്ങളുടെ ദീനിനെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. ദീനിനെ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ദീന് പരിപൂർണമാണ്, പൂർണ്ണമാണ്. അതിൽ ഇനി വേറെ വല്ലതും കൊണ്ടുവന്ന് ചേർക്കേണ്ടതില്ല. വേറെ വല്ലതും കൊണ്ടുവന്നതിൽ കൂട്ടേണ്ടതില്ല. ഉള്ളതിനെ വേണ്ട എന്ന് വെക്കേണ്ടതും ഇല്ല. ഇല്ലാത്തത് കൂട്ടിയാൽ, ഉള്ളതിനെ ഇല്ലാതെയാക്കിയാൽ അത് സ്വന്തം ഒരു ദീനാവും. ഈ കാത്തു സൂക്ഷിക്കേണ്ടത് ഇരിക്കുന്ന ജവാബ്ദാരി ആർക്കാണ്? സഹോദരന്മാരെ, ഈ സമൂഹത്തിലുള്ള ഉമറാഇനിക്കും ഉലമാഇനിക്കും ആണ്. ഉലമാഇനെ കൊണ്ട് മാത്രം കാര്യം പൂർത്തിയാവുന്നില്ല. ഇവിടെ ദീനുൽ ഇസ്ലാമിൽ പലതും ചേർക്കുന്നു, ഉള്ളതിനെ കളയുന്നു. സഹോദരന്മാരെ, ഉള്ളതിനെ കളയുന്നു. ദീനേതാണ്? നമ്മളുടെ ഇമാമിങ്ങൾ, ഉസ്താദുമാരുടെ ഉസ്താദുമാർ നമ്മൾക്ക് പഠിപ്പിച്ച, അവർ ചെയ്തു വന്ന അതാണ് ദീനുൽ ഇസ്ലാം. അതാണ് ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിനെ ഇപ്പൊ ചോദ്യം ചെയ്യുക. നമ്മളിപ്പോ ഇവിടെ നിസ്കരിച്ചിട്ട് നിസ്കാരത്തിന്റെ ദുആന്റെ ഒക്കെ അവസാനമാകുമ്പോഴേക്ക് എല്ലാവരും ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. പിന്നെ പറഞ്ഞു അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ചൊല്ലി ഇവിടെ. അത് നമ്മളുടെ ഇമാമ് ചൊല്ലി, നമ്മളും ചൊല്ലി. നമ്മളുടെ ഇമാമിന്റെ മുമ്പ് ഇവിടെ ഇമാമായിട്ടുണ്ടായിരുന്ന അവരുടെ പിതാവ് അവരെ കാലത്തുണ്ട്, അതിനു മുമ്പുമുണ്ട്. എല്ലാ ആലിമീങ്ങളും ഉസ്താദുമാരും ചൊല്ലി വന്നതാണ്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും നമ്മൾക്കില്ല. അപ്പോ ഇപ്പൊ നമ്മളേക്ക് അതെന്ത് അങ്ങനെ അതിനെന്ത് ദലീല്? അതിന് ദലീലെന്ത്? ഇത്ര നാള് ചെല്ലിയ ആൾക്ക് ദലീല് ചോദിക്കാൻ ആരൊന്നുമില്ല. ദലീലെന്ത്? അത് പിന്നെ ഞങ്ങൾ ഹത്തീബ് ചൊന്നറു, അതിനെ മുന്നലത്തെ ഹത്തീബും ചൊന്നുകൊണ്ടിരുന്ന് ഉസ്താദ്മാരെ ചൊന്നുകൊണ്ടിരുന്നാറ്. ഞങ്ങൾ ചൊല്ലു അങ്ങ് ആലിമിങ്ങ ഞങ്ങൾ അങ്ങ് ആക്കിയ പോലെ ആക്കടേ പഠിക്കണേ. ഇപ്പൊ ദലീലെന്തരേ?
അത് വേണ്ട, അത് വേണ്ട. ഇതൊക്കെ ഹദീസിലുണ്ട്. അവർ ഹദീസ് പഠിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. എന്ത് അള്ളാഹിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ 4 കാര്യം ചെയ്യണോന്ന് ഈ റമളാനിൽ. 2 കാര്യം കൊണ്ട് അള്ളാഹിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടും. അള്ളാഹിനെ പൊരുത്തപ്പെടിക്കുന്ന 2 നിങ്ങളുടെ അകത്യാണ്. ഏതത്? അള്ളാഹിനെ പൊരുത്തപ്പെടിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ. പിന്നൊന്ന് അസ്തഗ്ഫിറുല്ലാഹ്, ദോഷത്തിനൊരു പൊറുക്കല്ലത്തേത. ഈ 2 കാര്യം അള്ളാഹിനെ പൊരുത്തപ്പെടിക്കുന്നത്. പിന്നെ നിങ്ങളകത്തിയത് 2, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. സ്വർഗാരിക്ക്? ഞമക്ക അള്ളാഹ്ക്ക് സ്വർഗം നമ്മളകത്തിയത്. വഅഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവലത്ത്. 2ാമത്തെ കാര്യം. ഇത് ഹദീസിലുണ്ട്. ഇത് ചോദിക്കണം എന്നതാണ്. ഇത് നിസ്കാരത്തെ പറയുകയും ചോദിക്കണം, അല്ലാത്തപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ശഹ്റുൻ അവ്വലുഹു റഹ്മത്തുൻ വഅവ്സതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ. ആഖിർ ഇത്ഖും മിനന്നാറാണ്. മദ്യം അള്ളാഹ് ദോഷത്തിന് പൊറുക്കുന്ന സമയമാണ്. ആദ്യം റഹ്മത്താണ്. അപ്പൊ നമ്മൾ ഓരോ 10 ആകുമ്പോഴേക്ക് ദുആ മാറ്റിക്കും. റഹ്മത്തിന്റെ ദുആ, ദോഷം പൊറുക്കുന്ന ദുആ, ഇതൊക്കെ അള്ളാഹ് നബി പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിലാണ്. ഇങ്ങനാക്കി അത് പോയി. പിന്നെന്തിരെ തറാവി അവസാനം തറാവി മയ്യാവൂല്ലേ, അത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് തറാവി 8 റക്അത്ത് തന്നെ. അവസാനം തറാവിന്റെ നിസ്കാരേ ഇല്ല എന്നിട്ട് അങ്ങനെയും പറഞ്ഞു. അങ്ങനത്തെ ഒരു നിസ്കാരവും ഇല്ല. അങ്ങനെ അനവധി വിഷയങ്ങൾ ദീനിൽ ഉള്ളതിനെ ഇല്ലാതെയാക്കുക. ഇല്ലാതെയാക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ ആലിമീങ്ങൾ ധാരാളം ഇങ്ങനെ ഇപ്പൊ എതിർക്കുന്നുണ്ട്. നിങ്ങൾ ദലീൽ വേണ്ടി ഇതാ ദലീൽ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച നിങ്ങൾ ദലീൽ വേണ്ടി ഇതാ ദലീൽ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച ഇപ്പൊ ഇവിടെ അയ്യൂബ് ഖാൻ സാദി പ്രസംഗിച്ച് നല്ല ഉഷാറായിട്ട് പ്രസംഗിച്ചു ഇവിടെ. അങ്ങനെ മുബ്തദീങ്ങൾക്കെതിരിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ദലീലൊക്കെ കാണിച്ചു കൊടുക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ നല്ലൊരു പ്രവർത്തകനായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നോമ്പറക്കുന്നതിന് അല്പം മുമ്പ് വഫാത്തായിപ്പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ മരണം ഷഹദാക്കളുടെ മരണമായി സ്വീകരിക്കുമാരാവട്ടെ. ഖബർ സ്വർഗത്തോപ്പാക്കുമാരാവട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും മനസ്സിന് സമാധാനവും ശാന്തി കൊടുക്കുമാരാവട്ടെ. അദ്ദേഹത്തെ നമ്മളെയും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് തരുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് തരുമാറാവട്ടെ. ഇങ്ങനെ ദലീലുകൾ ധാരാളം ഉണ്ട്. അത് പറഞ്ഞു കൊടുക്കുന്ന വലിയ വലിയ ആലിമീങ്ങൾ എത്രയോ ഉണ്ട്. അത് ദീനിന് വേണ്ടി ചെയ്യുന്ന വലിയൊരു ത്യാഗമാണ്. എന്നാൽ ഇതെല്ലാം പറയുമ്പോഴേക്ക് ഒരുവിധ ആളുകളുടെ വിഷയം എന്താ അറിയോ? പിന്നെ അങ്ങ് എന്തിനാക്കിട അങ്ങ് കുറേ ആള് സെൽഫി പിള, പിന്നെ ഇപ്പുറത്ത് സുന്നി എന്ന് ചൊല്ലാറ്. പിന്നെ അത് ഞങ്ങൾക്ക് ಅದಕ್ಕೆಲ್ಲ ಆವಲ್ಲ, ഞങ്ങളെ ಬಾಣಿಯ ಸ್ವರ ಎಲ್ಲ ಆವಂಡೆ, ಅದು ನಂಗೆ ತೊಂದರೆ ಆವಿಡೋದು, ಅದು ഞങ്ങൾക്ക് ತೊಂದರೆ ಆವಿಡು. അതങ്ങ് മൊയിലാക്കന്മാർ എന്ത് വേണം ആക്കിക്കൊണ്ടിരിക്കണ. ഇപ്പം വലിയ വ്യത്യാസം ഒന്നുമില്ല. എല്ലാം മുസ്ലിമേ, എല്ലാം മുസ്ലിം, എല്ലാം മുസ്ലിം. എന്ത് മുസ്ലിം, എന്ത് മുസ്ലിം? എൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഈ ജാതി വിഷയം പറയുമ്പോഴേക്കും പരിശോധിക്കും. ഞാൻ സുന്നിയോ അല്ല, പിന്നെ മുജാഹിദും അല്ല, പിന്നെ ജമാഅത്തി ഒന്നുമല്ല, ഞാൻ ഒരു മുസ്ലിം. ഇതിനെപ്പറ്റി മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് മുസ്ലിം, മൂപ്പർ എന്ത് മുസ്ലിം, അങ്ങനത്തെ മുസ്ലിം വെച്ച് മൂപ്പരന്നെ അതിന് ഉത്തരം പറഞ്ഞു. എന്ത് മുസ്ലിം? ഹിന്ദു മുസ്ലിം. ഓ ഹിന്ദു മുസ്ലിം, അങ്ങനത്തെ മുസ്ലിം, ഹിന്ദു മുസ്ലിം. ഇതാണ് ഒരു വിഭാഗം ആളുകൾ. ഞങ്ങൾക്ക് അത് ആവില്ല, ഞങ്ങളെ ബാണ്യത്തേക്ക് ತೊಂದರೆ ആവിടൂ, ഞങ്ങൾ അങ്ങ് അടികാറല്ല ബണ്ടാറ്, അതിലായിട്ട് ഞങ്ങ ആ വിഷയത്തിലേ ഞങ്ങളില്ല. മൊയിലാക്കന്മാർ എന്ത് വേണം ആക്കിക്കൊണ്ടിരിക്കട്ടെ. ഇതാണ് നമ്മളുടെ ഉമറാക്കളുടെ. ഇത് ജവാബ്ദാരിയാണോ സഹോദരന്മാര്? എന്തിനാ അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. പിന്നെ സുന്നിങ്ങ ഉറൂസാക്കണം ചൊല്ലാറ്, മറ്റങ്ങ ഉറൂസാക്കണ്ടെന്ന് ചൊല്ലി. ഇപ്പം ആക്കിങ്ങ ആക്കിയില്ലെങ്കിൽ എന്താ ഉറൂസ്?
തറാവി 8 റക്അത്ത് അത് വേണം 8 നിസ്കരിക്കട്ടെ 20 നിസ്കരിക്കട്ടെ അങ്ങനെ ആട്ടി പിന്നെ 10 നിസ്കരിച്ച് എന്താ അതൊരു വലിയൊരു വിഷയാക്കടെ അത് ഞങ്ങൾക്കെಲ್ಲൂടെ ഞങ്ങളെ ಒಗ್ಗಟ್ಟಿಗೆಲ್ಲ ತೊಂದರೆ ಆಗೋದು ഞങ്ങളെ ബാണിത്തു ತೊಂದರೆ ആവിടും ഇതാണ് നമ്മളുടെ ഒരു വിഭാഗം ഉമറാക്കളുടെ അവസ്ഥ ഇതാണ് മറ്റൊരു വിഭാഗം ആളുകൾ ഉലമാഅനോട് സഹകരിക്കുന്നവരും ഉണ്ട് ഈ ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് സഹോദരന്മാരെ അതായത് സുന്നത്ത് ജമാഅത്തിന്റെ എതിരിലുള്ളത് ഉറൂസിന്റെ എതിര് മാത്രമല്ല അത് വന്നത് എവിടുന്ന് അതിന് മറുപടി വേറെ ഉണ്ട് അവർക്ക് എന്താ ഇപ്പൊ ചെയ്യാ ശിർക്ക് എന്ന് പറയാ ശിർക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ശിർക്ക് എന്നറിയാം ശിർക്ക് നീ എന്ത് തന്നെ അറിയില്ല ഒരിടത്ത് പിന്നെ ഒരു പുരക്ക് കുറ്റിയടിക്കാൻ വേണ്ടി എന്നെ വിളിച്ച് കുറ്റിയടിക്കുമ്പോൾ കുറ്റിന്റെ അടിയിൽ പൊന്ന് വെക്കുന്നതാണ് ആനക്കൊണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പൊന്ന് വേണ്ട പൊന്ന് മനുഷ്യന്മാർക്കാർക്ക് ഉപയോഗിച്ചോളാം കുറ്റിന്റെ അടിയിൽ എന്തിനു വെക്കുന്നത് പൊന്ന് വലിയ വിലയുള്ളതല്ലേ ഇപ്പൊ അപ്പോ ഒരു ചെറുപ്പക്കാരനുണ്ട് അവന് ഗൾഫിലൊക്കെ പോയിട്ട് വന്ന ആളാണ് അവൻ എന്നോട് ചോദിച്ചു അത് ശിർക്കല്ലേ ഉസ്താദ് എന്നാണ് അവന് ശിർക്കല്ല അത് പൊന്ന് ശിർക്കല്ല അത് പൊന്ന് അപ്പൊ എന്നെ അവൻ ചോദിക്കുന്നു അല്ലെ ശിർക്ക് നീ എന്ത് ശിർക്ക് നീ എന്ത് മുൻ ശിർക്ക് എന്ന് പറയാനല്ലാണ്ട് അതിന്റെ അർത്ഥം എന്തെന്ന് അറിയില്ല അപ്പൊ ഞാൻ പിന്നെ അപ്പോഴെന്നെ അവനോട് മറുപടി ശിർക്കാന്ന് പറഞ്ഞാല് പീടികയിലെല്ലാം പോയിട്ട് ചോദിച്ചാൽ കിട്ടും അത് ചോറ് വയ്ക്കുമ്പോഴെല്ലാം കൂട്ടാനെല്ലാം നല്ല ശിർക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തതാണ് പിന്നെ ഓനോട് ഈ ശിർക്കിനെ അത്ര പെട്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കല അങ്ങനെ ഇതാണ് അപ്പൊ എല്ലാം ശിർക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും എന്ത് ചെയ്തറിയോ ഇല്ലാതെയാക്കി എന്തും വേണ്ട നിസ്കരിച്ചിട്ട് ദ്വാ വേണ്ട തറാവി 8 റക്അത്ത് മതി എന്ന് പറഞ്ഞു പിന്നെ തറാവിയും ഇല്ല പിന്നെ റമളാൻ അല്ലാത്തപ്പോൾ എപ്പോഴും അള്ളാഹ് നബി 11 റക്അത്ത് നിസ്കരിച്ചത് അപ്പൊ അതുകൊണ്ട് നോമ്പിൽ 11 റക്അത്ത് മതി അപ്പൊ തറാവിയാ റമളാൻ അല്ലാത്തപ്പോൾ പറഞ്ഞില്ലേ റമളാനല്ല ഇത് മനസ്സിലാക്കാൻ അറിയാതെ സഹോദരന്മാരെ എന്താ അറിയോ ചില ആൾക്ക് കച്ചവടം എന്ത് ബസ് സ്റ്റാൻഡിൽ പേപ്പർ വിൽക്കുന്ന കച്ചവടം പിന്നെ ചില ആൾക്ക് നിലക്കടല വിൽക്കുന്ന കച്ചവടം ഈ പേപ്പർ വായിക്കുമ്പോഴേക്ക് പല തരത്തിലുള്ള പേപ്പറുണ്ട് ഇങ്ങനെ വായിച്ചിട്ട് അതിൽ കുറച്ച് നോക്കി അതുപോലെ കടല വിൽക്കുന്നതിൻ്റെ പഴയ പേപ്പറെല്ലാം കിട്ടും ഇങ്ങനെ കടല പേക്കാക്കാൻ വേണ്ടിയിട്ട് അതിനെ പറിച്ചിട്ട് അത് വായിച്ചിട്ട് കുറച്ച് നാളാകുമ്പോഴേക്ക് മുജിത്തഹീദ് ഓൻ ക്ലാസ് എടുക്കുന്നത് ഓന് ക്ലാസ് എടുക്കാൻ പോകുന്നത് കിതാബ് അറിയോ കിതാബിന്റെ ഉള്ളോ പുറമോ അറിയോ ഒന്നും അറിയില്ല ഈ പേപ്പറിൽ വന്ന ഇതുകൊണ്ട് ഒരു വലിയ മുജിത്തഹിദായി വലിയ ഉസ്താദായി എന്നിട്ട് ഇവരുടെ തെറ്റ് എത്രത്തോളം എന്നറിയുമോ സഹോദരന്മാരെ അള്ളാഹ്ക്ക് കണ്ണുണ്ട് അള്ളാഹ്ക്ക് കൈയുണ്ട് അള്ളാഹ്ക്ക് കാലുണ്ട് അള്ളാഹ് അർശിന്റെ മേലെ ഇരിക്കുന്നു അല്ലാഹു തആല രാത്രി പാതിയാകുമ്പോഴേക്ക് നോക്ക് അവർ പറയുന്നു അല്ലാഹ് രാത്രി പാതിയാകുമ്പോഴേക്ക് 1-ാം ആകാശത്തിലേക്ക് ഇരിഞ്ഞിട്ട് ബണ്ട അല്ലാഹ് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു രാത്രി നേരെ പാതിയാകുമ്പോഴേക്ക് ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാമല്ലോ ഇന്ന് സ്കൂളിൽ പോയിട്ട് പഠിക്കാത്ത ആൾ മറ്റൊക്കെ വളരെ കുറവാണ് രാത്രി നമ്മളെ ഇവിടെ പാതിരാത്രിയായി ആ പാതിരാത്രി പിന്നെ നമ്മളിത് കഴിയുമ്പോഴേക്ക് പിന്നൊരു സ്ഥലത്ത് ഒരു സെക്കൻഡ് പാതിരാത്രിന് നമ്മളെ നട്ടുച്ച ആ സമയത്ത് പാതിരാത്രി നേരെ പാതിരാത്രിനെ ഇങ്ങനെ കണക്കാക്കി ഇപ്പൊ നോമ്പറക്കടെ എത്ര ഗಂಟೆಗೆ 7 ഗಂಟೆಗೆ നോമ്പറക്കടെ 4:45 സുബിയാവുള്ളൂ അപ്പൊ ഈ സുബീന്റെ നോമ്പറക്കുന്നതിന്റെ ഇടയിലുള്ള ആ സമയത്തിന് നേരെ പാതിയാക്കിയല്ലേ ആ പാതിയാകുന്ന സമയത്ത് അത് നമ്മളെ കൂടെ പാതിയാകുന്ന സമയത്ത് കുറച്ചപ്പുറം പാതിയാകുന്നില്ല കുറച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ്
ലോകത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ഓരോ സെക്കൻഡിലും രാത്രി പാതി ആയിക്കൊണ്ടേയിരിക്കുന്നു. അത് മനസ്സിലാക്കുന്ന ആൾ മനസ്സിലാക്കി. ഇനി ഞാൻ ചോദിക്കട്ടെ, പാതിരാത്രി നമ്മളെ ഇവിടെ പാതിരാത്രിയാകുമ്പോഴേക്ക് പിന്നെ പശ്ചിമ ബംഗാളിൽ പാതിരാത്രി എപ്പോഴേ കഴിഞ്ഞു. എന്താ മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട് പശ്ചിമ ബംഗാൾ നമ്മുടെ മാംഗ്ലൂറുമായിട്ട്. പാതിരാത്രി പെട്ടേ കഴിഞ്ഞിന്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഇവിടെ പാതിരാത്രിയായിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൗദി അറേബ്യയിൽ പാതിരാത്രിയാകുന്നത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് UAE-യിലാകുന്നത്. അങ്ങനെ നോക്കിയാൽ ഓരോ സ്ഥലത്തുമുണ്ട്. അപ്പൊ അല്ലാഹു തആല പാതിരാത്രിയാകുമ്പോഴേക്ക് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി. ഏത് നാട്ടിന്റെ പാതിരാത്രി? ഉള്ളാളത്തെ പാതിരാത്രി. അതെന്താ ഉള്ളാളത്തേക്ക് മാത്രം ഇറങ്ങിയിട്ട് പണ്ടേ വേറെ മൊത്തു പോകാവില്ല? അല്ലാഹു പഠിച്ചോളൂ. എല്ലാ മൊത്തും വേണ്ട, അതാ ജാഗര. അപ്പോ ഓരോ സെക്കൻഡിലും പാതിരാത്രി ഉണ്ടല്ലോ. അപ്പൊ എന്താക്കുന്ന ഇങ്ങനെ പോണ്ട് മേൽ പോണ്ട് കീഴ് പണ്ട് എങ്ങനെ എന്തിനാ അങ്ങനെ? അല്ലാഹു തആലയെ പറ്റി നമ്മൾ പഠിച്ചെന്താ? അള്ളാഹ്ക്ക് ഇരിക്കാൻ സ്ഥലം വേണ്ട, അവന് കൈയില്ല, കണ്ണില്ല, കാലില്ല. ഇതല്ലേ പണ്ടേ നമ്മൾ പഠിച്ചത്. ഇതാണ് അള്ളാഹുവിന്റെ സിഫത്ത്. ഇങ്ങനെയാണ്. ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹ്ക്ക് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഇറങ്ങിയിട്ട് വരുന്നു എന്നെല്ലാം പറയുന്നു. എന്തിന് വരുന്നേ? അല്ല ഇതിന് വരുന്ന ബണ്ടെന്തിക്ക് 1-ാം ആകാശത്തേക്ക് ഈ അർശരമേൽ തെച്ചോണുക്കിയിൽ അത് ബണ്ട് വിളിച്ചിട്ട് ചൊല്ല. അല്ല എന്തെന്ന് ആര് അള്ളാഹ് പിന്നെ എന്നോട് പൊറുക്കലിനെ തേടുന്നു, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. ആര് എന്നോട് റഹ്മത്ത് ചോദിക്കുന്നു, അവനിക്ക് ഞാൻ റഹ്മത്ത് കൊടുക്കാം. അപ്പൊ അർശരമേൽ തെച്ചിരിച്ചൊന്ന മയ്യാവില്ലേ? അത് കേക്കില്ല 1-ാം ആകാശത്ത് പണ്ട്. അപ്പൊ ആറ് കേട്ടങ്ങാറുള്ളാറാ ജാവ് ഉറങ്ങാതെ തെച്ചിച്ചോട് കൊടുക്ക. കേട്ടിട്ടില്ല. ഇല്ല 1-ാം ആകാശത്തിൽ തിരിച്ചൊന്നെങ്കിലും കേക്കില്ല. അർശരമേൽ തെച്ചിരി കേട്ടെങ്കിലും കേക്കില്ല. പിന്നെ നീ പണ്ടേ ഉള്ളാളത്ത് നിന്നിട്ട് വിളിച്ച മക്കത്ത് കേക്കടാ? ഇല്ല. അപ്പൊ പോയിട്ട് അവിടെ കുന്താപ്പുറത്ത് നിന്നിട്ട് വിളിക്കുക, അവിടെ നിന്ന് വിളിച്ച് കേക്കടാ? ഇല്ല. രണ്ടും ഒരേപോലെ. പിന്നെ നീ അവിടെ പോണ്ടേ? അപ്പൊ അർശരമേലെ തിരിച്ചിട്ട് വിളിച്ച കേക്കില്ല. ಅದಕ್ಕಾಯ್ತು 1-ാം ആകാശത്ത് ಬಂದೆ, ಇಲ್ಲಿಟ್ಟು ಬಂದೆ, അവിടെ വിളിച്ച് കേട്ടത് ഇല്ല. പിന്നെ ഇത് ಬಂದಿರ ಫಲ ಅಂದ್ರೆ ആരും കേട്ടാറാ ഇത്രത്തോളം? ഇതാണ് അവർ അള്ളാഹ് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങിയിട്ട് വരുന്ന്, പിന്നെ പോന്ന്, പിന്നെയും വരുന്ന്, അങ്ങനെ പോയിക്കൊണ്ട് വന്ന് ആരെ പാതിരാത്രി എന്ന് അതെല്ലൊന്ന് പറഞ്ഞാൽ തർക്കമുണ്ടായിട്ടില്ല. ആരെ പാതിരാത്രി? മക്കത്തെ പാതിരാത്രി. അപ്പൊ വേറെ ആൾക്ക് വേണ്ട അല്ലാഹ്? മക്കാർക്ക് മാത്രമല്ല. ഇങ്ങനത്തെ എന്തെല്ലാമാണ് അറിയുമോ അവരെ വിശ്വാസം? അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സാമാന്യ മനുഷ്യനാണ് എന്ന് പറയാ. അള്ളാഹ് നബി വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആളെ പോലെ തന്നെ കബറിൽ ചീഞ്ഞിട്ട് നാറിയിട്ട് പോയി എന്നിട്ട് ഇന്നാലില്ലാഹി എന്തൊരു ബേജാറിന്റെ വിഷയമാണ്. ഇങ്ങനത്തെല്ലാം വിഷയമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണം. ആര് മനസ്സിലാക്കണം? ഉമ്മറാക്കൾ മനസ്സിലാക്കണം. ആര് ഉമ്മറാക്ക? അയാൾ പോയിട്ട് ഉമ്മറാക്ക ഞങ്ങൾ അവിടെ ഉള്ളത് വെച്ചിട്ട് ഉമ്മറാക്കൾ ഇത് ഈ ഇരിക്കുന്ന ആളെല്ലാം ഉമ്മറാക്കളാണ്. ഉമ്മറാക്കൾ തന്നാൽ ഉമ്മറാക്കാതെ വലിയ പൈസ തങ്ങാൻ അർത്ഥമില്ല. ഇനി പൈസ ഉള്ള ചില ആളും ഉമറാക്കൾ തന്നെ, ഇല്ലാത്ത ആളും ഉമറാക്കൾ തന്നെ. ചില പൈസ തങ്ങായിക്കിടാറ് എന്തിരെ? കാശ് ചെന്നുണ്ട്, എന്തു കൊത്തില്ല, എങ്ങനെ ആയിപ്പോയിട് കാസായിട്. കാസായെങ്കിൽ എന്തു തരില്ല. അങ്ങനെ വേറെ വലിയ 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 ഉദ്യോഗസ്ഥന്മാരെ, പണിക്കാരെ, സ്വാർത്ഥങ്ങളിലൂടെ എഴുതിരങ്ങ എല്ലാം ഉള്ളാർ.
എല്ലാം കണക്കെല്ലാക്കി റെഡിയാക്കിയിട്ടാകുമ്പോഴത്തേക്ക് ബണ്ട് ആറ് കണക്കെഴുതിനോട് ബണ്ട വന്ന് ബുക്ക് എവിടെ ഇത് അത്ര മാത്രം. അല്ലെങ്കിൽ വേറെ എന്തൊരു ഗീട്ടിട്ട് ദർശകത്തിനോ കൊന്നില്ല. ഒരു വിവരവുമില്ല. അതേ സമയത്ത് ഈ മനുഷ്യന്റെ കണക്ക് എഴുതുന്ന വലിയ ഡിഗ്രി ആക്കിയ ആയിരിക്കും. അയാൾക്ക് ഈ പൈസ ഇവന് കൊടുത്ത ശമ്പളം മാത്രം. പൈസ എന്ന ഹിക്മത്ത് കൊണ്ടൊന്നും അല്ല, ബുദ്ധി കൊണ്ടുമല്ല. അള്ള കൊടുക്കുന്ന അവൻ ഉദ്ദേശിച്ച ആൾക്ക് കൊടുക്കുന്നു. അപ്പൊ പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പൈസയുള്ള ആളെന്നെ എല്ലാവരും ഉമറാക്കൾ പെട്ടവരല്ല. അങ്ങനത്തെ ആൾ ഉമറാക്കൾ. ചില പൈസക്കാരുണ്ടാകുന്ന അങ്ങനെ പൈസയുണ്ട്, കാര്യമെല്ലാം അറിയുന്നത്, എന്തിരിക്കാനെല്ലാം അറിയുന്നത് അവരുമറാക്കൾ തന്നെ. പൈസ ഇല്ലാത്ത ചില ആളുണ്ടാകുന്നു. പൈസ ഇല്ലെങ്കിലും എന്തും പറഞ്ഞവർക്ക് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു. എവിടെ പോയാലും മംഗലത്തിന്റെ വരക്ക് പോയി അവിടെ പോയിട്ട് എല്ലാം അങ്ങനാക്കറോ അവിടെ അങ്ങനാക്കടോ ഇങ്ങനാക്കടോ വീക്കടോ സുധാരിക്കും എല്ലാം നല്ല വിശാൽ. മറ്റവത്തേക്ക് പോയെങ്കിൽ അവിടെ അങ്ങനെ ഏതെങ്കിലും അപകടം ആയവിടെ അവിടെ പോയെങ്കിൽ സ്വറല്ലാക്കോ തരുത്. കാശൊന്നുമില്ല. അവൻ ഭാര്യ പറവപ്പക്കാരി ആള് എന്തില്ല. അവൻ ഉമറാക്കളിൽപ്പെട്ട ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇരുന്ന ആളുകൾ ഇത് മുഴുവൻ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാത്ത ആൾ ഒന്ന് രണ്ട് പറ്റുണ്ടോ പറയാൻ പറ്റൂല. എല്ലാവരും ഉമറാക്കളാണ്. ഈ ഉമറാക്കൾ മനസ്സിലാക്കണം എന്താണ് പരിശുദ്ധ ഇസ്ലാമിന് ഇവിടെ കാത്തു സൂക്ഷിക്കേണ്ടത്. ഇരിക്കുന്ന ഉത്തരവാദിത്തം നമ്മളെ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നമ്മളുടെ വിശ്വാസം. വിശ്വാസം എന്തുമാവട്ടെ എന്ന രീതി അതിനുശേഷം വേറെ എന്ത് കാര്യം ചെയ്തിട്ടും ഫലമില്ല. വിശ്വാസം ശരിയില്ലേ? അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ശരിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, തങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്കിനെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസമില്ലാതെ എന്തും ചെയ്തിട്ട് കാര്യമില്ല. സഹോദരന്മാരെ, സുന്നത്ത് ബിദ്അത്ത് എന്നത് അത് വലിയ വ്യത്യാസമാണ്. ചെറിയ വ്യത്യാസമൊന്നുമല്ല. അള്ളാഹിനെ ചോദ്യം ചെയ്യുന്ന കാര്യമാണത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത വാക്കുകൾ പറയുന്നവര്, അള്ളാഹ്ക്ക് കൈയുണ്ട്, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവും ഇല്ല. അള്ളാഹിനെ പോലെ ഒരു വസ്തുവില്ല. അള്ളാഹ്ക്ക് കേൾക്കും കാണും അതൊക്കെയുണ്ട്. അള്ളാഹിനെ പോലെ ഒരു വസ്തു ഇല്ല അറിയുമ്പോഴേക്ക് അള്ളാഹ് മനുഷ്യനെ പോലെ ആവാൻ പറ്റുമോ? മനുഷ്യനെ പോലാല് അള്ളാഹിനെ പോലത്തെ ഒന്നും ഉണ്ട് എന്നായില്ലേ? അള്ളാഹ് അർശിനെ മേലെ ദയിക്കിടണു. അർശിനെ മേലെ ദക്കുമ്പോ എന്തായിട്ട് ഇപ്പൊ നാ തെച്ചിട്ടില്ല. ഇത് കുർസ്, അർശ് കുർസ്, കുർസി ഇത് ചാർ, അർശ് പെരിയ ഇത് കട്ടില്. അപ്പൊ അള്ളാഹ് അർശിന്റെ മേലെ ഇരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരിയ്ക്കുന്നത് അതുപോലെയായി. ഇനി അള്ളാഹ് അർശിന്റെ മേലെ ഇരിക്കുന്നെങ്കിൽ അള്ളാഹ് എത്രയെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. എത്ര അർശിലിരിക്കുമ്പോക്ക് ഇപ്പൊ നാ ഈ കുർസിൽ തെച്ച പോലെ അതിക്ക് സമായിടല്ല തെല്ല് കൊറോടിയായിട്ട് ഇങ്ങനെ എങ്ങനെ അല്ല എങ്ങനെയാണ് ഒന്നിരിക്കലോ ഇങ്ങനെയാണ് തെല്ല് ജാഗ ബാച്ച് അല്ലെങ്കിൽ കണക്ക് അല്ലെങ്കിൽ തെല്ല് യാറെ ഇപ്പുറത്തല്ല ഈ ചന്തി കീഴ് അവിടെ ചെറിയ ഇതിൽ തെച്ചെങ്ങെന്താവും ഇപ്പൊ വലിയ തടി അതുപോലെ ആവും. അപ്പൊ അർശിൽ അല്ല തെച്ചെങ്കിൽ അർശിനെ കാണാൻ അല്ല വലിയതാ അല്ല ചെറിയതാ അല്ല അർശിന് സമ മൂന്നാല് ഏതെങ്കിലും ഒന്നാവും. ഒന്നിരിക്കലോ സമാണ് അല്ലെങ്കിൽ പിന്നെ ഏറണോ അല്ലെങ്കിൽ കുറയണോ. അപ്പൊ അതൊരു ഇത്രയെന്ന് കണക്കാക്കാൻ പറ്റും. അള്ളാഹിനെ പറ്റി അങ്ങനെ നമ്മൾക്ക് കണക്കാക്കാൻ കഴിയുമോ?
എന്തെല്ലാം കുരുത്തക്കേടാണ്! അള്ളാഹുവിന്റെ ഖുർആനിനെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിന്റെ നബിന്റെ ഹദീസുകളെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. ബിദ്അത്ത്. ഈ ബിദ്അത്ത് വരുമ്പോൾ ഉലമാക്കൾ അതിനുവേണ്ടി പൊരുതുമ്പോൾ ഉമറാക്കൾ അത് സാരല്ല ഞങ്ങളെ ബാണിയായിട്ട് ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് അതിന് ജവാബ്ദാരില്ല, അത് മൊയിലാക്കന്മാർക്ക് വേണം പോലെ ആക്കട്ട്, ഞങ്ങൾ ഗലാട്ടകില്ല, എന്തുകില്ല, ഐക്യ വേണു, ഒగ్గട്ട് വേണു. എന്തൊగ్గട്ട്? ഒగ్గട്ടിനൊരു അടിസ്ഥാനമുണ്ട്. ഒగ్గട്ടിന് ഒരു അടിസ്ഥാനമുണ്ട്. എന്ത്? ഒരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ മേലെ ഇരിക്കണം. ആ വിശ്വാസത്തിന്റെ പുറത്തുള്ളവര് നമ്മുടെ ഐക്യത്തിന് വേണ്ട. അവര് ഇവിടെ പാർട്ടിയും കുഴപ്പവും ഗുൽമാരും വിശ്വാസത്തിന്റെ ഉള്ളിൽ വേണം. ആ വിശ്വാസത്തിന്റെ ഉള്ളിൽ ആയെങ്കിൽ മാത്രമാണ് ഐക്യം. വിശ്വാസം അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതുപോലെ മഹാന്മാര് നടന്നു വന്ന ആ വഴി അത് നമ്മൾ സ്വീകരിക്കണം. ആ അടിസ്ഥാനത്തിൽ നിൽക്കണം. പണ്ടേ ഉള്ളത് എങ്ങനെയാണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. അള്ളാഹ്ക്ക് കൈയില്ല, കണ്ണില്ല, കാലില്ല. ഏതാണ്? തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. അതുപോലെ നിസ്കാരത്തിന്റെ ശേഷം ദിക്റും ദുആയും ഉണ്ട്. റമദാൻ മാസത്തിൽ പ്രത്യേക ദിക്റുകളുണ്ട്. ഇതെല്ലാം നമ്മളുടെ വിശ്വാസം. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. മരിച്ചതിന് ശേഷവും മരിക്കുന്നതിന് മുമ്പ് സവാഉം മഹ്യാഹും വമമാതുഹും അല്ലാഹു ഖുർആനിൽ പറയുന്നു. യഥാർത്ഥ മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ, അവരുടെ ഹയാത്തും മൗത്തും ഒരുപോലെയാണ്, വ്യത്യാസമില്ല എന്ന്. അങ്ങനെയുള്ള ഔലിയാക്കളെ ആദരിക്കലുണ്ട്. എല്ലാം പണ്ട് മുതലേ ഇങ്ങനെ നമ്മൾ നടന്നു വന്നിരിക്കുന്ന വഴിയാണ്. ഈ വഴിയിൽ നിന്ന് മാറുന്നവര് അത് വേണ്ട വേണ്ട എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരാണിവിടെ പാർട്ടി ഉണ്ടാക്കുന്നവര്, അവരാണിവിടെ കുഴപ്പമുണ്ടാക്കുന്നവര്. ഈ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവര് പുതിയ പാർട്ടി ഉണ്ടാക്കിയതല്ല. സുന്നത്ത് ജമാഅത്ത് എന്നത് അത് പുതിയ പാർട്ടിയല്ല സഹോദരന്മാരെ. ആദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും കൊണ്ടുവന്നതിരിക്കുന്ന ദീനാണ്. ആ ദീനിൽ നിൽക്കണം. നമ്മളുടെ മുൻഗാമികൾ പഠിപ്പിച്ചത്, അവർ കിതാബിൽ എഴുതി വെച്ചത്, ഇന്ന് വരെ അവർ ഉപദേശിച്ചത്, അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവിടെ പാർട്ടി ഉണ്ടാക്കുന്നവര് ആരാണ്, ബിദ്അത്തുകാരാണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ബിദ്അത്തുകാര് ഇത് ചോദ്യം ചെയ്യുമ്പോൾ, ദീനുൽ ഇസ്ലാമിന് ഇവിടെ അതിനെ കോട്ടം വരുത്തുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ, ഇല്ലാത്തത് കൂട്ടാൻ പറയുമ്പോൾ, ഉള്ളതിനെ കളയണമെന്ന് പറയുമ്പോൾ ആലിമീങ്ങൾ മാത്രം ഇവിടെ അതിന്റെ മുന്നിൽ നിന്നിട്ട് കാര്യമില്ല. ഉമറാക്കളുടെയും ഉത്തരവാദിത്തമാണിത്. ഉമറാക്കളുടെ പിന്തുണ വേണം. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരുന്നില്ലേ, അല്ലാഹുമ്മ ഇസ്സ ഹാദ ദീന ബിഅഹദിൽ ഉമറൈൻ. അല്ലാഹ് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ബിഅഹദിൽ ഉമറൈനി, 2 ഉമർമാരിൽ നിന്നൊരാളെ കൊണ്ട്. ആര്? ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പിന്നൊന്ന് അംർ ഇബ്നുൽ ഹിഷാം ലഅനത്തുല്ലാഹി അലൈഹി. അംർ ഇബ്നു ഹിഷാമാര് അബൂ ജഹലാണ്. അല്ലാഹ് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. എന്തുകൊണ്ട്? 2 ഉമറിനെ കൊണ്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരുന്നു. ആരേ? ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അബൂജഹൽ പിന്നെ ഒരിക്കലും വന്നിട്ടില്ലല്ലോ. അബൂജഹലും ഉമർ ഇബ്നുൽ ഖത്താബും രണ്ടാളും മക്കത്ത് ഏറ്റവും വലിയ ശക്തികളായിരുന്നു. ഉമർ ഒരു കാര്യം പറഞ്ഞു എന്നറിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കുന്നവരില്ല. അബൂജഹൽ പറഞ്ഞതിനെ എതിർക്കുന്നവരില്ല. അങ്ങനെയുള്ള 2 വലിയ ശക്തികളാണ്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരുന്നു. 2 ആളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വന്ന് ഈ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ സാധിക്കണം. അല്ലാഹുവിന്റെ നബിയും സഹാബാക്കളും എവിടെയായിരുന്നു? അൽ അർക്കം ഇബ്നുൽ അർക്കം
എന്ന ആളുടെ വീട്ടിൽ ദാറുൽ അർക്കമിലായിരുന്നു. സഫാന്റെ അടുത്തുള്ള ഒരു വീടാണ് അർക്കമിന്റെ വീട്. അർക്കം റളിയല്ലാഹു തആലയുടെ വീട്. ആ വീട്ടിന്റെ അകത്താണ് അള്ളാഹുവിന്റെ നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് സഹാബാക്കളും ഒളിച്ചു കൂടുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ നബി ദ്വാരന്നു, ഈ വീട്ടിന്റെ അകത്ത് ദീനുൽ ഇസ്ലാമിനെ ഒതുക്കാതെ ദീനുൽ ഇസ്ലാമിനെ പുറത്തൊന്ന് എത്തിക്കണം. മസ്ജിദുൽ ഹറാമിൽ ദീനുൽ ഇസ്ലാം എത്തണം. മക്ക നാട്ടിൽ ഈ ദീനുൽ ഇസ്ലാം എത്തണം. ഹറം ഭൂമിയിലെത്തണം. മാത്രമല്ല ജസീറത്തുൽ അറബിൽ മാത്രമല്ല, ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഈ ദീനുൽ ഇസ്ലാം എത്തണം. എത്തണമെങ്കിൽ റബ്ബേ ഉമർ ഇബ്നുൽ ഖത്താബിനെ അല്ലെങ്കിൽ അംർ ഇബ്നു ഹിശാമിനെ നീ ഇങ്ങോട്ട് തരണം അല്ലാ ദുആരന്നു. അപ്പോൾ സംശയം നമ്മൾക്ക് വരും. ഉമർ ഇബ്നു ഖത്താബിനെ കൂടാതെ അംർ ഇബ്നു ഹിശാമിനെ കൂടാതെ മറ്റൊരാളുടെ ശക്തി കൂടാതെ അള്ളാന്റെ നബിക്ക് തന്നെ ഇത് സാധ്യമല്ലേ? സാധിക്കും, സാധിക്കാതെയില്ല. അള്ളാന്റെ നബിന്റെ ശക്തി ഉമർ ഇബ്നു ഖത്താബിന്റെ ശക്തിയല്ല, അംർ ഇബ്നു ഹിശാമിന്റെ ശക്തിയല്ല. അംർ ഇബ്നു ഹിശാം അബൂലഹബ് ചെറുപ്പത്തിൽ തന്നെ കുരുത്തം കെട്ടവനായിരുന്നു. ആ കുരുത്തം കെട്ടവൻ അബ്ദുല്ലാഹിബ്നു ജദ്ആൻ എന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യന് എല്ലാവർക്കും ചോറ് വെച്ചിട്ട് കൊടുക്കും. ദാരിദ്ര്യത്തിന് എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവർക്കും ചോറ്. അങ്ങനെ അബൂജഹൽ ആ ചോറ്റിന് വേണ്ടി പോയിരുന്നു. ചെറുപ്പം എല്ലാവരും പോകും, കഴിവുള്ള ആളും ഇല്ലാത്ത ആളും പോയിട്ട് ആ ചോറ് വയ്ക്കും. അബ്ദുല്ലാഹിബ്നു ജദ്ആൻ വലിയ ധർമ്മിഷ്ഠനായിരുന്നു. പക്ഷെ ധർമ്മിഷ്ഠനായിട്ട് ആഖിറത്തിനൊരു ഗുണവും ഇല്ല എന്ന് അള്ളാഹിനെ പറഞ്ഞു. എന്തേ? അള്ളാഹിന്റെ ഓർമ്മ ഉണ്ടായിട്ട് ദുനിയാവിൽ പേര് കേൾക്കാൻ വേണ്ടി മാത്രം ചോറ് കൊടുത്തത്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ജദ്ആന്റെ ചോറ്റിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്ക് അബൂജഹൽ ചെറുപ്പക്കാരനാണ്. ഓനെന്താക്കി, ബാക്കിയുള്ള ചെറുപ്പക്കാരെ ഈ ക്യൂവിൽ നിൽക്കുമ്പോഴേക്ക് തട്ടിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ ഒരു കുരുത്തം കെട്ടവനാണ്. ഇത് കണ്ടിട്ട് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു നബി ഇത് കാണ്ടിരി പോയിട്ടാണ് പിടിച്ചിങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വെച്ച് അവനിങ്ങോട്ട് അള്ളാഹു നബിനെ എതിർക്കാൻ വേണ്ടി നോക്കി. അള്ളാഹു നബി എന്താക്കി, അവനെ നിലത്തേക്ക് ഒരു ഇടിക്കലിടിച്ചു. ഇടിക്കുമ്പോഴേക്കും അവന്റെ മുട്ട് പൊട്ടിപ്പോയി. മുട്ടിന് വലിയ മുറിയായി. ആ മുറിന്റെ കല അവൻ ചാവുന്നത് വരെ ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിലാണല്ലോ അബൂജഹലിനെ കൊല്ലപ്പെട്ടത്. അബൂജഹലിന്റെ ജഡം ഏത് എന്ന് തിരിയുന്നില്ല. നബിയെ എല്ലാവരും ചോരയിൽ പറഞ്ഞിട്ടുണ്ട്, അവനൊന്ന് കാണാൻ, ചവം കടിച്ചത് സന്തോഷിക്കണം എന്ന് സഹാബാക്കൾ പറയുമ്പോഴേക്ക് അള്ളാഹു നബി പറഞ്ഞു, അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ അവന്റെ മുട്ടിന്റെ കലയുണ്ട്, അതുകൊണ്ട് നോക്കിക്കൊള്ളിയെന്ന്. എന്താ, ഞാൻ പണ്ട് തള്ളിയിട്ടതാണ്. ഓ, അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂജഹൽ പ്രശ്നമല്ലെങ്കിൽ അബൂജഹലിന്റെ ശക്തി എത്ര അറിയോ? വലിയ ഒട്ടകം വണ്ടനെ അർത്തിട്ട് അതിന്റെ തൊലി ഉണ്ടല്ലോ, അതിന്റെ തൊലി പച്ചയോ അല്ലെങ്കിൽ ഉണക്കോ ഏതായാലും ആ വണ്ടന്റെ തൊലിന്റെ മേലെ അവൻ നിൽക്കും ആ അബൂജഹൽ. എന്നിട്ട് പിന്നെ വലിയ ശക്തന്മാരോട് പറയൂ, നിങ്ങൾ എന്നെ പിടിച്ച് ബലിക്ക് നോക്കാം, അനക്കം നോക്കാം. അങ്ങനെ ഇവര് വണ്ടന്റെ തൊലി പൊട്ടിയിട്ട് വന്നിട്ട് അവന്റെ കാലിന്റെ അടിയിലുള്ളത് അത്ര ബാക്കി തന്നെ, അവൻ ഒന്നാക്കാനും സാധിക്കുന്നില്ല. അത്ര വലിയ ശക്തനാണ് അബൂജഹൽ. ഈ അബൂജഹലിനെ വീഴ്ത്തിയത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 10,000-ലധികം സഹാബാക്കളും ഹുനൈൻ യുദ്ധത്തിലേക്ക് പോയി. ആ ഹുനൈൻ യുദ്ധത്തിൽ ശത്രുക്കൾ ഉണ്ടായത് 40,000-ലധികം അല്ലെങ്കിൽ അതിലും അധികം ആളുകളാണ് ഉണ്ടായിരുന്നത്. ആ ശത്രുക്കളെ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെ ഭാഗത്തേക്ക് ഒന്ന് അടിച്ച് കയറുകയുണ്ടായി. അങ്ങനെ പെട്ടെന്ന് കയറുമ്പോഴേക്ക് സഹാബാക്കൾ പലരും പിന്നിട്ട് ഓടി. അധികം ആളും പോയി, കുറച്ചാൾ മാത്രം ബാക്കി. അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലത്തെ കുറച്ചാൾ മാത്രം. എല്ലാവരും ഈ 40,000 അതിലധികമോ ഉള്ള ശത്രുക്കൾ വന്ന് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളഞ്ഞു.
സഹാബാക്കളിൽ പിന്നിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോഴെന്താ പറയേണ്ടത്? നാനാഭാഗത്തും ശത്രുക്കൾ വരുമ്പോൾ ആരും സഹായിക്കാനില്ലാതെയാവുമ്പോൾ പറയേണ്ടെന്താ? ഞാൻ നബിയല്ലോ, ഞാൻ വെറുതെ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ പോലെ ആയിക്കോളാ പറഞ്ഞോ? ഇല്ല. പിന്നെന്താ? അള്ളാഹ് നബി ഇരുന്ന ആ പിന്നെ വാഹനത്തിന് വരെ ഇറങ്ങിയിട്ട് വാളും എടുത്തിട്ട് പറഞ്ഞു, അനനബിയുൻ ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്. എന്താ നിങ്ങള് മനസ്സിലാക്കിയത്? ഞാൻ നബി എന്ന് പറഞ്ഞ കളവല്ല, ഞാൻ നബിയാണ്, യഥാർത്ഥ നബിയാണ്. അനബ്നു അബ്ദിൽ മുത്തലിബ്. മക്കത്ത് പേര് കേട്ട, അറബ് നാട്ടിൽ മുഴുവൻ പേര് കേട്ട അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ഞാൻ. അബ്ദുൽ മുത്തലിബിന്റെ മകന്റെ അബ്ദുള്ള എന്നവരുടെ മകനാണ് ഞാൻ. പറഞ്ഞത് മാറ്റിപ്പറയുന്ന കുടുംബം ഞങ്ങളുടെ കുടുംബമല്ല. മാറ്റി പറയുകയില്ല, നിങ്ങൾ ആര് വേണമെങ്കിലും വരൂ. ഇത് കണ്ടപ്പോൾ ശത്രുക്കൾ പേടിച്ചുപോയി. കന്നഹു ഹുവ ഫർദുൻ ഫീ ജലാലതിഹി ഫീ അസ്കരിൻ വഫീ ഹീന തൽഖാഹു വഫീ ഹശമി. അല്ലാഹുവിന്റെ നബി യുദ്ധത്തിൽ കാണുമ്പോൾ ഒറ്റക്കാണ് തങ്ങൾ ഒരു വലിയൊരു പട്ടാളത്തെ കണ്ടതുപോലെയായി പോയി. ശത്രുക്കൾ മുഴുവനും പിന്നോട്ട് ഓടിപ്പോയി. അല്ലാഹുവിന്റെ നബിന്റെ ശക്തി നോക്കണം. ആരെയും സഹായം അള്ളാഹുവിന്റെ നബിക്ക് വേറൊരാളെ സഹായം വേണ്ട ആവശ്യമില്ല. പിന്നെയോ അള്ളാഹുവിന്റെ നബി ഉമറുൽ ഖത്താബിനെ ഇങ്ങ് കൊണ്ടുവരണം, അല്ലെങ്കിൽ അബൂജഹലിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ദ്വാരന്നതിന്റെ പിന്നിൽ പല രഹസ്യങ്ങളുണ്ട്. എന്തേ? അള്ളാഹുവിന്റെ നബി ഇവിടുന്ന് വഫാത്തായി പോകുന്നവരാണല്ലോ. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വരുന്ന ഉലമാക്കൾക്ക്, ഈ ലോകത്ത് വരുന്ന ഇമാമിങ്ങൾക്ക്, ഖാദിമാർക്ക്, ആലിമീങ്ങൾക്ക്, ഉമറാക്കൾക്ക്, രാജാക്കന്മാർക്ക്, മന്ത്രിമാർക്ക് എല്ലാവർക്കും മാതൃകയാണ് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്തിന് ഇമാമാണ്, ലോകത്തിന്റെ നേതാവാണ്. ലോകത്തിന്റെ നേതാവായിട്ടാണ് അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. അപ്പൊ ചിലതൊക്കെ എന്ത് വേണ്ടി അറിയോ? സാധാരണക്കാർക്ക് അള്ളാഹ് നബിയോട് തുടരാൻ പറ്റുന്ന കാര്യം ഉണ്ടാവണം. അള്ളാഹ് നബിന്റെ പറകെ വരുന്ന ഉലമാക്കൾ, ആ ഉലമാക്കൾ ഇവിടെ ദീനിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതാത് കാലത്തുള്ളത് ഇരിക്കുന്ന ഉമറാക്കളുടെ സഹകരണം വേണം. അങ്ങനെ ജനങ്ങൾക്കൊരു മാതൃകയായിട്ടാണ് അള്ളാഹ് നബി ഇത് വരുന്നത്. ഉമർ ഇബ്നു ഖത്താബിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ അമർ ഹിസാമിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ലോകം ഇത് കണ്ട് പഠിക്കണം. ദീന് നേതൃത്വം നൽകുന്ന അമ്പിയാക്കൾ, അതുപോലെ സഹാബാക്കൾ, ഉലമാക്കൾ, അവർക്ക് ഉമറാന്റെ സഹായം വേണം. അങ്ങനെ ദുആരന്നപ്പോൾ അള്ളാഹ് ഉത്തരം ചെയ്തത്, ആ ഉത്തരം ആർക്കാണ് കിട്ടിയത്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ നബിയുടെ തല കൊണ്ടുവരാൻ പുറപ്പെട്ടതിരിക്കുന്ന ഉമറിന്റെ ഹൃദയത്തിന് മാറ്റം വന്നു. ദാറുൽ അർഖമിലേക്ക് ഓടി. ദാറുൽ അർഖമിന്റെ അകത്ത് നിന്ന് മെല്ലെ നോക്കുമ്പോൾ ഉമറങ്ങെന്ന് വരുന്ന കാണുന്നു. അള്ളാഹുവിന്റെ നബിയോട് സഹാബാക്കൾ പറഞ്ഞു. ഉമർ വന്നു, നബിയെ പേടിച്ച് വറച്ചു സഹാബാക്കൾ മുഴുവൻ. എന്താ? ഉമർ വലിയ ശക്തനാണ്. അള്ളാഹുവിന്റെ നബി സമാധാനത്തോടെ ഒരു സാധാരണ വിഷയം പോലെ പറയുന്നു, വരട്ടെ, വന്നോട്ടെ, പ്രശ്നമേ അല്ല. എന്താ? എതിർക്കേണ്ടി വന്നാൽ ആരും ആവശ്യമില്ല. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് വന്ന് വാതില് മുട്ടേ. വാതില് മുട്ടുമ്പോൾ സഹാബാക്കൾ മുഴുവൻ പേടിച്ച് എന്ത് ചെയ്യും ഉമർ? അങ്ങനെ വന്നു, വാതിൽ തുറക്കാൻ പറഞ്ഞത് തുറന്നു കൊടുത്തു. വരട്ടെ. ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടെയുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിന്റെ തോളിൽ പിടിച്ച് കൊണ്ടുപോയി അള്ളാഹുവിന്റെ നബിന്റെ അടുത്ത് എത്തിച്ചു. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാള് കയ്യിൽ ഉരുപ്പിടിച്ചത് ഇരിക്കുന്ന ഉമറിന്റെ കുപ്പായത്തെ മാറ പിടിച്ച് വലി വിരിച്ചിങ്ങോട്ട്, ഉമറേ നിന്റെ ധിക്കാരം നിർത്തിയില്ലെങ്കിൽ നിനക്ക് കാണിച്ചു തരാം. അല്ലാഹുവിന്റെ നബിയെ
ഞാൻ നബിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്, എന്നെ ശിക്ഷിച്ചു പോകരുത് നബിയെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് രക്ഷ തരണേ നബിയെ, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു, ഞാൻ അല്ലാഹുവിന്റെ നബിയോട് തുടരാൻ വേണ്ടി വന്നതാണ്. ഉമർ വന്നാൽ, ഇങ്ങനെയുള്ള 100 ഉമർമാര് വന്നാൽ അല്ലാഹുവിന്റെ നബിക്ക് പ്രശ്നമല്ല. ഒരു ഉമറും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ നബിക്ക് ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷെ അല്ലാഹുവിന്റെ നബി എത്തിച്ചു കൊടുത്ത് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ നബി ദ്വാരന്നു, ഉമർ വരട്ടെ അല്ലെങ്കിൽ അമ്ര വരട്ടെ. അങ്ങനെ ഉമർ വന്നു. ഉമർ വന്ന ഉടനെയാണ് ചോദിക്കുന്നത്, ഉമർ അല്ലാഹുവിന്റെ നബിയെ, ഇത് ഹക്കായ ദീനല്ലേ? അതെ. തങ്ങൾ യഥാർത്ഥ നബിയല്ലേ? അതെ. ഇത് ഹക്കാണെങ്കിൽ പിന്നെന്തിന് അർക്കമിന്റെ വീട്ടിൽ ഒളിഞ്ഞിരിക്കണം? നമ്മൾക്ക് ഇവിടുത്തെ പുറത്തിറങ്ങാം. അല്ലാഹുവിന്റെ നബി പറഞ്ഞു, എന്റെ സഹാബാക്കളെ, മോമിനീങ്ങളായ സഹാബാക്കളെ ഈ മുശ്രിക്കുകൾ ബുദ്ധിമുട്ടിക്കുന്നത് കാണുന്നില്ലേ ഉമറേ? പോട്ടെ, ഞാനുണ്ട്, ഇറങ്ങൂ നബിയേ. അല്ലാഹുവിന്റെ നബി ഇത് കഴിയാഞ്ഞിട്ടല്ല. അങ്ങനെ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ പറഞ്ഞു, ഈ ദാറുൽ അർഖമിൽ നിന്ന് പുറത്തിറങ്ങാം, 2 സഫായിട്ട് നമ്മൾ ഹറമിലേക്ക് പോകാം, അവിടെ പരസ്യമായിട്ട് നമ്മൾക്ക് ദീനിനെ പറഞ്ഞു കൊടുക്കാം. 2 സഫാട്ടെ, ഒരു സഫിന്റെ മുന്നിൽ ഞാൻ നിൽക്കാം, മറ്റേ സഫിന്റെ മുന്നിൽ ഹംസ നിൽക്കട്ടെ. ഹംസാക്കാനത്തെ കഴിവുണ്ടല്ലോ. പുറത്തിറങ്ങി. അങ്ങനെ ദാറുൽ അർഖമിൽ നിന്ന് പുറപ്പെടുമ്പോൾ മഹാന്മാരായ സഹാബാക്കൾ എത്രയുണ്ട്. ഹബശയിൽ ഹിജറ പോയ അല്ലാത്തത് ഇരിക്കുന്ന 39 സഹാബാക്കൾ മാത്രമായിരുന്നു മക്കയിലുണ്ടായിരുന്നവർ. 40 പൂർത്തിയായി. ആ 40 പൂർത്തിയാക്കി 2 സഫാക്കിയിട്ട് ദാറുൽ അർഖമിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അല്ലാഹു അക്ബർ എന്ന് ഈ തക്ബീർ ചൊല്ലിക്കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ പോയി. ഈ തക്ബീർ ധ്വനി കേൾക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അത്ഭുതപ്പെട്ടു നോക്കുന്നു, എന്ത് സംഭവിച്ചു? അങ്ങനെ സഫിന്റെ മുന്നിൽ കാണുന്ന ഉമറിനെയാണ്, ഹംസയാണ്. ഇത് കണ്ട് ആ മുശ്രിക്കുകളുടെ നേതാക്കൾ ആരുണ്ടെന്ന്, അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബൂലഹബുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് ഹിജറക്ക് മുമ്പാണല്ലോ. അവർ പേടിച്ചു. ഓ, ഉമർ മതം മാറിയോ? ഉമർ മതം മാറിയോ? ഇനി രക്ഷയില്ല. എല്ലാവരും മസ്ജിദുൽ ഹറാമിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പരസ്യമായി ദീനുൽ ഇസ്ലാമിന് അവിടെ പറഞ്ഞു കൊടുത്തു ജനങ്ങൾക്ക്. ഇത് ലോകത്തിന് പാഠമാണ്. ഉലമാക്കൾ ഇവിടെ ദീനി പ്രവർത്തനം നടത്തുമ്പോൾ ഉമറാക്കൾ അതിനെന്താക്കണം? അതിന് പിന്തുണ നൽകണം. അവർ കൂടണം. ഇല്ലേ, എന്ത് ഇസ്ലാമാണ് അവരുടെ പിന്നിൽ അവരിലുള്ളത്? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന് ചെയ്തത് ചില്ലറ വ്യത്യാസമാണ്. ഞാൻ സുന്നിയോ അല്ല, ഞാൻ വഹാബിയോ അല്ല, ഞാൻ ജമാഅത്ത് ഇസ്ലാമിയോ അല്ല, ഒന്നുമല്ല, ഞാനൊരു മുസ്ലിം. അങ്ങനത്തെ മുസ്ലിം വേണ്ട. സുന്നിയോ അല്ല, ബിന്നിയോ അല്ല, ഒന്നും അല്ലാത്തൊരു മുസ്ലിം അത് വേണ്ട. വിടുകയില്ല. കച്ചവടം മഹാന്മാരായ സഹാബാക്കൾക്ക് വലിയ ബിസിനസ്സുകാരായിരുന്നു മഹാന്മാര്. അതെല്ലാം അവർ വിട്ട് ദീനില്ലെങ്കിൽ വേണ്ട, നാടും വീടും എല്ലാം വിട്ടിട്ടല്ലേ ഹിജറ പോയത്. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു വലിയ പണക്കാരനായിരുന്നു. രാവിലെ ഒന്ന് കുളിച്ച് വൃത്തിയായി ഒരു ജോഡി വസ്ത്രം ധരിച്ചാൽ പുറത്തിറങ്ങി ഉച്ചയാകുമ്പോൾ പെരിയിൽ വന്നാൽ രണ്ടാമത് ആ വസ്ത്രം മാറ്റി വേറെ തന്നെ വസ്ത്രം ധരിക്കും. വലിയ പണക്കാരനാണ്. കിടക്കാൻ പെരിയിൽ വലിയ സൗകര്യമുണ്ട്, തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്. വലിയ സ്വത്തുകാരനാണ്. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു
അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീന് യഥാർത്ഥ ദീനാണ് എന്ന് മനസ്സിലാക്കി ഷഹാദത്ത് കലിമ ചൊല്ലി വിശ്വസിച്ചു സഹാബിയായി ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു അവർ ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയതിന് വേണ്ടി പുരയിൽ നിന്ന് പുറത്താക്കി മുസ്അബിന്റെ ഉമ്മയും വാപ്പയും പറഞ്ഞു, മുഹമ്മദിനെ നിഷേധിക്കും മുസ്അബേ, നിഷേധിച്ചില്ലെങ്കിൽ നീ വീട്ടിൽ കയറാൻ പാടില്ല, ഞങ്ങളെ നിനക്ക് കിട്ടുകയില്ല. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല പറഞ്ഞെന്താണ്, എനിക്ക് എൻ്റെ ഉമ്മയും വാപ്പയും എനിക്ക് വലുതല്ല, എൻ്റെ സ്വത്ത് എനിക്ക് വലുതല്ല. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീനാട്. മഹാന്മാരായ സഹാബാക്കൾ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് അങ്ങനെയാ, ഫിദാക ബി ഉമ്മി യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളെ പൊരുത്തത്തിന് വേണ്ടി ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും വിടാൻ ഞങ്ങൾ ഒരുക്കമാണ് നബിയെ, ഞങ്ങൾ വിട്ടു നബിയെ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, ഫഇന്ന അബീ വവാലിദതി വഇർദി ലിഇർദി മുഹമ്മദിൻ മിൻകും വിഖാഉ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിച്ചു, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചു. പലരും പല നിലക്കും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുമ്പോൾ, അവർ പാട്ട് പാടിയിട്ട് എതിർക്കുമ്പോൾ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നീ കുറച്ച് പാട്ടങ്ങോട്ട് പാടണം എന്ന് ആക്ഷേപിക്കുന്നല്ലോ, എൻ്റെ മദ്ഹ് നീ കുറച്ച് പറയൂ എന്ന് പറയുമ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല പാടിയ പാട്ട് സഹീഹ് മുസ്ലിമിൽ കാണും. ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയാ റസൂലല്ലാഹി ശീമത്തുൽ വഫാഉ, ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീ ദാക്കൽ ജസാഉ, ഫഇന്ന അബി വവാലിദതി വഇർദി ലിഇർദി മുഹമ്മദിൻ മിൻകും വിഖാഉ. മുഹമ്മദ് നബി എതിർക്കുന്നവരെ ഞാൻ എതിർക്കുന്നു, അള്ളാന്റെ പ്രതിഫലം ഉദ്ദേശിച്ചും കൊണ്ട് എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എൻ്റെ സ്വന്തം തടിയും എൻ്റെ അഭിമാനവും അള്ളാഹുവിന്റെ നബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വിടുന്നു. അതേപോലെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്ക് എൻ്റെ പുരയോ എൻ്റെ ഉമ്മയോ എൻ്റെ ബാപ്പയോ സ്വത്തോ പ്രശ്നമല്ല. അങ്ങനെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പുരക്കാർ അകറ്റി ദൂരപ്പെടുത്തി. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ മുസ്അബ് ഇബ്നു ഉമൈർ കൂടി. അങ്ങനെ മുസ്അബ് ഇബ്നു ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് അയച്ചു. അള്ളാഹു നബി ഹിജറ പോകുന്നതിന് മുമ്പ് തന്നെ. എന്തിനു? അവിടെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഖുർആൻ പഠിപ്പിച്ചു. അസ്അദ് ഇബ്നു സുറാറയും മുസ്അബ് ഇബ്നു ഉമൈറും എല്ലാം കൂടി അള്ളാഹു നബി മദീനയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ജുമാ സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ മസ്ജിദ് നബവി അല്ല, വേറെ സ്ഥലത്ത്. അങ്ങനെ മുസ്അബ് ഇബ്നു ഉമൈർ വലിയ മുതലാളിയായിരുന്നു. അതുപോലെ എത്രയോ ആളുകൾ അവരുടെ മുതലും എല്ലാം വിട്ടു ദീൻ ഇവിടെ നിലനിർത്താൻ സാധിക്കും. പിന്നെ മുതല് പ്രശ്നമല്ല, പിന്നെ മുതല് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇന്ന് നമ്മളുടെ സ്ഥിതി എന്താണ് സഹോദരന്മാരെ? ഉലമാക്കൾ മാത്രം ഇവിടെ ചിന്തിച്ചാ വല്ലതും ചെയ്യാൻ സാധ്യമല്ല. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കും നമ്മൾക്ക്. നമ്മളിവിടെ കുഴപ്പക്കാരാവണ്ട, ഭീകരവാദികളാവണ്ട, നമ്മൾക്ക് ഉഗ്രവാദം വേണ്ട. ശാന്തിയോടെ സമാധാനത്തോടെ നമ്മൾക്ക് ഭാരതത്തിൽ ജീവിക്കണം. നമ്മളുടെ അവകാശം നമ്മൾക്ക് കിട്ടണം, അത് നേടിയെടുക്കണം. നമ്മൾക്കിവിടെ
യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കണം. നമ്മൾ മുസ്ലിമീങ്ങളായി യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുമ്പോൾ ആരും നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ആരും നമ്മളെ പേടിപ്പിക്കുകയില്ല. എന്താ ഇസ്ലാം? നീതിയാണ്, നീതിയാണ് ഇസ്ലാം. സാഹോദര്യമാണ്, പരസ്പരം സ്നേഹമാണ്, ദയയാണ്. അതിവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അതിനാര് വേണം? ഉലമാക്കൾ, ഉമറാക്കൾ, രണ്ടു കൂട്ടരും ഒത്തുകൂടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉലമാക്കൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സഹോദരന്മാരെ. ഇവിടെ ഉലമാന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ പല സംഘടനകളുമുണ്ട്. ജമിയത്തുൽ ഉലമാവുണ്ട്, സുന്നികൾക്ക് യുവാക്കൾക്ക് സംഘടനയുണ്ട്, ചെറുപ്പക്കാർക്ക് സംഘടനയുണ്ട്. സുന്നത്ത് എന്താ ഉദ്ദേശം? ഇവിടെ അക്രമമുണ്ടാക്കലല്ല, ആരെയും പേടിപ്പിക്കലല്ല, എവിടെയും ബോംബ് വെക്കലല്ല, ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ കച്ചവട സ്ഥാപനങ്ങളിലോ ബോംബ് വെക്കൽ അല്ല. അത് നമ്മളുടെ നയം അല്ല. അത് നമ്മൾ എപ്പോഴും എതിർക്കുന്ന കാര്യമാണ്. നമ്മൾ ശാന്തിയിലൂടെ സമാധാനത്തോടെ, ഇവിടെ കച്ചവടക്കാരന്റെ കച്ചവട സ്ഥാപനത്തിന് രക്ഷ വേണം, മസ്ജിദുകൾക്ക് രക്ഷ വേണം, മദ്രസകൾക്ക് സലാമത്ത് വേണം. എങ്ങനെ സലാമത്ത് നേടിയെടുക്കണം? ശാന്തിയിലൂടെ, സമാധാനത്തിലൂടെ. ഇസ്ലാമിന്റെ യഥാർത്ഥ ജീവിത രീതിയെ നമ്മൾ അതിനെ സ്വീകരിച്ചു, അതുപോലെ ജീവിച്ചാൽ നമ്മൾക്കിവിടെ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ബേജാറാവേണ്ടതില്ല, നിങ്ങൾ ദുർബലരാണ് എന്ന് പേടിക്കേണ്ടതും ഇല്ല. വഅൻതുമുൽ അലൗൻ, നിങ്ങൾ ഉന്നതരാണ്. എപ്പോ? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ വലിയ ആള്. ഈമാനോടെ ജീവിക്കണം. ഈമാനുണ്ടോ? ഈമാനാണ് ബഹുമാനപ്പെട്ട മാലിക് ദീനാറും പാർട്ടിക്കും, അതുപോലെ തന്നെ ഹാജാ തങ്ങൾക്കും അജ്മീറിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ആയുധം എന്താണ്? അവരെ കീഴിൽ വാളുണ്ടായിരുന്നില്ല, അമ്പുണ്ടായിരുന്നില്ല, ബോംബുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ആയുധം എന്താണ്? ഈമാൻ. ഇല്ലേ? ഈമാനായിരുന്നു. തൗഹീദ്, തൗഹീദ് കി അമാനത്ത് സീനോ മേ ഹേ ഹമാരാ എന്ന് പറഞ്ഞില്ലേ? തൗഹീദ്, അതാണ് നമ്മളുടെ ഹൃദയത്തിലുള്ളത്. ആ തൗഹീദ് ഉണ്ടോ? തൗഹീദ് കണ്ട് ഈമാനിന്റെ അടയാളം, ആ പ്രകാശം മാലിക് ദീനാറിന്റെയും പാർട്ടിന്റെയും മുഖത്ത് കണ്ടിട്ടാണ് ഇവിടത്തെ ജനങ്ങൾ അവരെ സ്വീകരിച്ചത്. അവർ യുദ്ധത്തിന് വന്നതല്ല. ഇവിടെ നമ്മൾ ശാന്തരായി സമാധാനികളായി ജീവിക്കണം. അതിൽ ഉലമാക്കൾ, ഉമറാക്കൾ ഒത്തുകൂടണം. നമ്മൾക്ക് പലതും ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇന്ന് അതല്ല, ഒന്ന് മാത്രം. ഇന്ന് നമ്മളെ കൊണ്ട് വടി കൊടുത്ത് അടി വേങ്ങ എന്ന് പറഞ്ഞില്ലേ? വടി കൊടുത്തിട്ട് അടി, വടി അപ്പുറം കൊടുക്കടേ നക്കടിക്കറുണ്ട് ചൊല്ല. ആ ഒരവസ്ഥ. എന്ത്? ഒന്നും നല്ലത് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഇല്ല. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിന്നെ ഒരു കാലം വരും, പിന്നെ യൂഷിക്കുല്ലുമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആകിലതു ഇലാ ഖസാതിഹാ ഖാല ഖായിലും മിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ് ഖാല ലാ ബൽ അൻതും കസീർ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ വലയൻസിഅന്ന അല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ ഖാല ഖായിലുൻ വമൽ വഹനു യാ റസൂലല്ലാഹ് ഖാല ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും. മുസ്ലിമീങ്ങളെ,
എല്ലാ പാർട്ടിക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും നിങ്ങൾക്ക് എതിരിൽ സംഘടിക്കുന്ന ഒരു കാലം അടുത്ത് വരും. എല്ലാവരും നിങ്ങൾക്ക് എതിരിൽ. പിന്നെ ആ പാർട്ടി ഈ പാർട്ടി അങ്ങനൊന്നുമില്ല. നിങ്ങൾ മുസ്ലിം ജാതി ആയതുകൊണ്ട് എല്ലാവരും നിങ്ങൾ എതിർക്കൂ. അങ്ങനത്തെ ഒരു കാലം വരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഖാല ഖായിലും വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമീദിൻ യാ റസൂലല്ലാഹ്, അല്ലാ നബിയെ, ഞങ്ങളന്ന് ആളുകൾ വളരെ കുറവായിരിക്കും, അങ്ങനെയാണോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എതിർപ്പ് വരുന്നത്? അല്ലാഹു നബി ഖാല ബലന്തു കസീർ, നിങ്ങൾ കുറച്ചൊന്നുമല്ല, ധാരാളം ഉണ്ടാവും. അതിൽ പോകുമ്പോണ്ടായ 300 ചില്ലാനൊന്നുമല്ല. പിന്നെ ഹുനൈനിൽ പോകുമ്പോഴേക്കുണ്ട 10,000, അതുമല്ല, ധാരാളം ഉണ്ടാകും. എത്രയോ ആളുണ്ടാകും. ലാക്കിന്നൊക്കെ ബല്ലന്തും കസീർ, നിങ്ങൾ ധാരാളമുണ്ടാകും. വലാക്കിന്നക്കും ഉസാഉം കഉസാഇ സൈൽ, നിങ്ങൾ എത്രയുണ്ടായിട്ടെന്തേ കാര്യം? നിങ്ങളെങ്ങനെയായിരിക്കുമെന്നറിയുമോ? ഉസാഉം കഉസാഇ സൈൽ, മലവെള്ളം വരുമ്പോ മലത്തണ്ണി വരുന്നില്ല, പൊലയിലെ തോട്ടിലെ തണ്ണി വീണില്ല. തണ്ണി വരുമ്പത്തുക അതിൽ ചാബാര എന്നിട്ട് ഒരുമിച്ച് കൊടുന്ന ചപ്പുകൾ പൊടി പൊടി അതുപോലത്തെ ആളായിരിക്കും. ഒന്നിനും പറ്റൂല. അത് കത്തിക്കാൻ പറ്റും, കത്തിക്കാനും പറ്റില്ല. പിന്നെ തീ കത്തിച്ച് പുക പോകും, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ചണ്ടി ചവറുകളായിരിക്കും നിങ്ങൾ. വലാകിന്നക്കും ഉസാഉൻ കഉസാഇ സൈൽ, നിങ്ങളിൽ ഈമാനിന്റെ അംശമില്ല, അല്ലെങ്കിൽ ഈമാനിന്റെ അടിസ്ഥാനം, അതിന്റെ പവർ ഇല്ല. നിങ്ങൾ വെറും ചണ്ടികളായിരിക്കും. നിങ്ങൾ ലോകത്ത് എത്രയോ ഉണ്ടാകും. എന്താണ് ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്? സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും അറിയുന്നവരല്ലേ. വാർത്താമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകത്ത് എന്ത് സംഭവിച്ചും കൊണ്ടിരിക്കുന്നു. നമ്മളുടെ നാട് എന്ന് പേര് പറയാം, പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കുന്നു. അതിൻ്റെ അപ്പുറം ഇറാനിലും ഇറാഖിൽ എന്ത് സംഭവിക്കുന്നു. അതുപോലെ മറ്റുള്ള പല നാടുകളിലും, ഫലസ്തീനിൽ എന്താണ്, ബൈറൂത്തിൽ എന്താണ്, ഈജിപ്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സഹോദരന്മാരെ, എന്താണ് എല്ലാവരുടെയും ഉദ്ദേശം? എന്ത്? ഈമാനല്ല, അധികാരം വേണം, ഞാൻ വലുത്, എന്റെ പേര് വലുതായി വരണം, ഇതിൽ നിന്ന് പാഠം പഠിക്കണം. സഹോദരന്മാരെ, പേര് മാത്രം പോരാ, കാര്യം വേണം. സഹോദരന്മാരെ, നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? അത് മനസ്സിലാക്കണം. അല്ലാഹു നബി പറഞ്ഞു, നിങ്ങൾക്ക് അവസാന കാലത്തുണ്ടാകുന്ന പരാജയം എന്താണ്? നിങ്ങൾ ആളെണ്ണം കുറഞ്ഞത് കൊണ്ടല്ല, നിങ്ങൾ ധാരാളമുണ്ടാകും. പക്ഷേ നിങ്ങളൊരു ജാതി ചണ്ടികളാണ്, ചവറുകളാണ്. ഒരു ജാതി ചീഞ്ഞതിരിക്കുന്ന ചപ്പലകളാണ് നിങ്ങൾ. നിങ്ങളുടെ ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങൾ എന്നുള്ള ആ ബഹുമാനമുണ്ടാവുകയില്ല. ആ ബഹുമാനത്തെ അല്ലാഹ് നിങ്ങളുടെ ഹൃദയത്തിൽ, അവരെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കും. നിങ്ങളല്ലാത്തവർക്ക് നിങ്ങളോട് ആദരവുണ്ടായിരുന്ന കാലം, ആ കാലത്താണ് മാലിക്കുദ്ദീനാറിയും പാർട്ടിയും ഇവിടെ ജനങ്ങൾ ആദരിച്ചത്. ഖാജാ മുഈനുദ്ദീൻ അജ്മീർ ചിസ്തിയെ ബഹുമാനിച്ചത് അവരുടെ ഈമാനിന്റെ പവർ കൊണ്ടാണ്. അവരെ കത്തി കണ്ടിട്ടല്ല, അവരെ തോക്ക് കണ്ടിട്ടല്ല, അവർ യുദ്ധസാമഗ്രികൾ കണ്ടിട്ടല്ല. ഈമാനാണ് അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആയുധം. അതാണ് ആ ആയുധം. അവർക്ക് പേടി ഇവരെ സംബന്ധിച്ച് വന്നു. ആ പേടി, ആ ബഹുമാനം, ആദരവ് നിങ്ങളോട് അവസാന ഘട്ടത്തുള്ള കാലക്കാർക്കുണ്ടാവുകയില്ല. വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ, അന്നത്തെ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ ദുർബലതയുണ്ടാവും, നിങ്ങളുടെ ഹൃദയത്തിന് ശക്തി ഉണ്ടാവുകയില്ല. قال قائل وما الوهن يا رسول الله
ഹൃദയത്തിനങ്ങനെ ദുർബലതയുണ്ടാകാൻ കാരണം എന്താണ് നബിയേ എന്നൊരു സഹാബി ചോദിക്കുന്നു. അല്ലാഹുവിന്റെ നബി പറയുന്നു, അന്നത്തെ ജനങ്ങൾ ധൈര്യമില്ലാതെയാകാനുള്ള കാരണം ഒന്ന്, അതിന്റെ കാരണം ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിന്റെ വല്ലാത്ത മോഹം, മരിക്കാൻ മനസ്സില്ല. ഇതാണ് മുസ്ലിമീങ്ങളുടെ ശക്തി കുറവിന്റെ കാരണം. ദുനിയാവ് വേണം, സ്വത്ത് സമ്പാദിക്കണം, എല്ലാത്തിലും പേടിയാണ്. ഞാൻ പള്ളിക്ക് ബാങ്ക് കേൾക്കുമ്പോൾ ജമാഅത്തിന് പോയാൽ ആ സമയത്തുള്ള കച്ചവടം പോയില്ലേ. ഞാൻ ഇവിടെ ദീനീ പ്രവർത്തനമെന്ന് പറഞ്ഞ് ഈ ഉലമാഇന്റെ കൂടെ കൂടിയാൽ എന്റെ ബിസിനസ് നടക്കണ്ടേ. ആഴ്ചയിൽ ഒരു ദിവസം സാധാരണ ഉള്ള ഒഴിവിന്റെ പുറമെ പിന്നൊരു ഒഴിവെനിക്ക് വരികയില്ലേ. എന്റെ പണം കുറഞ്ഞു പോവുകയില്ലേ. പണമുണ്ടാക്കുന്ന ചിന്ത, ദുനിയാവേ മരിക്കാൻ മനസ്സില്ല. ഇതാണ് മുസ്ലിമിന്റെ ശക്തി കുറക്കുന്നത്. ഏത് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അതിയായ മോഹം. സഹോദരന്മാരെ, ദുനിയാവ്, ഈ ദുനിയാവ് സമ്പാദിക്കൽ എന്തെല്ലാം വിധത്തിലാണ് സഹോദരന്മാരെ. ഒരു വിഭാഗം ആളുകൾ ഉലമാഇനെ തൊട്ട് അകലുന്നു, ഉലമാഇനെ തൊട്ട് ദൂരത്താവുന്നു. എന്തുകൊണ്ട്? അവര് നടത്തുന്ന ബിസിനസ്സുകളെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സില്ല. ഉമറാക്കളെ, പൊതുജനങ്ങളെ മനസ്സിലാക്കണേ, നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ഉലമാ പറഞ്ഞു തരുന്നിരിക്കുന്ന ഉപദേശം സ്വീകരിക്കുക. ഇവിടെ ദീനിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദേഹം കൊണ്ടും നിങ്ങളുടെ നാവ് കൊണ്ടും നിങ്ങളുടെ പണം കൊണ്ടും നിങ്ങൾ സഹകരിക്കലാണ്. ഞങ്ങൾക്ക് ജവാബ്ദാരിയില്ല എന്ന് മനസ്സിലാക്കരുത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ കുറെ ആളുകൾ, മക്കത്തെ വലിയ ബിസിനസ്സുകാര്, മക്കത്ത് വലിയ കുടുംബമുള്ളവര്, വലിയ സ്വത്തുള്ളവര് പലരും മദീനയിലേക്ക് ഹിജറ പോയില്ല. എന്തുകൊണ്ടെന്നറിയുമോ? ഞങ്ങൾ മദീനയിലേക്ക് പോയാൽ ഞങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകും, ഞങ്ങളുടെ കച്ചവടം പൊളിഞ്ഞു പോകും. മക്കത്ത് ഞങ്ങൾക്ക് വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്, അന്നത്തെ നിലക്കനുസരിച്ചുള്ള വലിയ ബിൽഡിങ്ങുകളുണ്ട്. അതിന്റെ വാടക ഞങ്ങൾക്ക് കിട്ടാതെ ആയി പോകും, ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ഇത് പേടിച്ചിട്ട് മുതലിന് വേണ്ടി ഒരുപാട് ആളുകൾ ഹിജറ പോകാതിരുന്നു. സ്വത്ത് ദുനിയാവേ, ഇതാണ് വാസ്തവത്തിൽ അവർ ഷഹാദത്ത് കലിമ ചൊല്ലിയവരാണ്, ഇസ്ലാമിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെയോ അല്ലാഹുവിന്റെ നബിയും മുഹാജിരീങ്ങളായ സഹാബാക്കളും ചെയ്തതുപോലെ അവർ ചെയ്തില്ല. ചെയ്യാതെയായപ്പോൾ മദീനത്തേക്ക് പോയതായിരിക്കുന്ന സഹാബാക്കൾ, മുഹാജിരീങ്ങൾ, മക്കത്തെ മുതലാളിമാര്, മക്കയിൽ മുതലിനെ പേടിച്ച് ഹിജറ പോവാത്ത, ദീനീ പ്രവർത്തനത്തിന് ഇറങ്ങാത്തത് ഇരിക്കുന്ന ആ ആളുകൾക്ക് കത്തെഴുതി, മക്കത്തിരിക്കുന്ന മുതലാളിമാരെ, മുതലിനെ പേടിച്ച് ദീനീ പ്രവർത്തനത്തിൽ ഇറങ്ങാത്ത കൂട്ടരെ, നിങ്ങള് വെറുതെ പിന്നെ നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് മനസ്സിലാക്കരുത്. വെറുതെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കരുത് എന്ന് കത്തെഴുതുകയും ചിലര് ഈ കത്ത് കണ്ട് മദീനയിലേക്ക് ഹിജറ പോവുകയും ചെയ്തു. ആ സമയത്താണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കുന്നത്. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ.
അല്ല, ജനങ്ങൾ വിചാരിച്ചു പോയോ എന്ത്? അവരങ്ങനെ വിട്ടയക്കുമെന്ന് അങ്ങനെ വിടും, അവരെ ചോദ്യം ചെയ്യുകയില്ല. അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായേ, ഞങ്ങൾ മുഅ്മിനീങ്ങളായേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ദീനിന്റെ പരീക്ഷണമൊന്നും ഇല്ല എന്നവര് മനസ്സിലാക്കിയോ? ദീനിനവര് വല്ലതും ചെയ്യേണ്ടതില്ല. ഹിജറ പോകേണ്ടി വന്നാൽ ഹിജറ പോകണമെന്നവര് മനസ്സിലാക്കുന്നില്ല. ഈ ദീനിന് വേണ്ടി പണം ചെലവാക്കേണ്ടി വന്നാൽ പണം ചെലവാക്കണം, ദേഹം കൊണ്ട് അധ്വാനിക്കേണ്ടി വന്നാൽ അധ്വാനിക്കണം, നാവ് കൊണ്ട് പറയേണ്ടി വന്നാൽ പറയണം, വല്ല സ്ഥലത്തും പോകാൻ വേണ്ടി വിളിച്ചാൽ പോകണം. ഇതവര് മനസ്സിലാക്കുന്നില്ലേ? ഞങ്ങള് അയ്യഖൂലു ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളായേ, ഞാൻ മൂമിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ചെയ്യാതെ രക്ഷപ്പെടാമെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഇവിടെ ദീനിന്റെ ആ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല എന്നവര് മനസ്സിലാക്കുന്നുണ്ടോ? ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അള്ളാനെ ചീത്ത പറഞ്ഞോട്ടെ, നബിനെ ചീത്ത പറഞ്ഞോട്ടെ, ഖബറിന്റെ അദാബില്ല എന്ന് പറഞ്ഞോട്ടെ, നിസ്കാരത്തെ കളിയാക്കട്ടെ, എന്താവട്ടെ, ഞങ്ങള് മുസ്ലിമീങ്ങളാണ്, അതെല്ലാം ഞങ്ങൾ ചെയ്യേണ്ടതല്ല, അത് അലിമീങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾക്ക് ജവാബ്ദാരിയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അബദ്ധത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കമാണ് സഹോദരന്മാരെ, നോക്കിക്കൊള്ളൂ, അതിന്റെ തഫ്സീറുകൾ എടുത്ത് വായിച്ചോളൂ. അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഇവിടെ ദീനിന്റെ പരീക്ഷണം, ആ ജവാബ്ദാരി നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഞങ്ങളുടെ പണം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കച്ചവടം, അതിന് കോട്ടം തട്ടിപ്പോകും. ഞങ്ങള് ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്, സുന്നത്തി ബിദഅത്ത് എന്ന വിഷയം. നിങ്ങൾ വരണം. എപ്പോ ക്ലാസ്? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ബറക ആവില്ലേ, റജത്തെ നാളാവണം. അപ്പം നേറാസ ആക്കുക. നേറാസ ആ പിന്നെ മങ്ങിലുണ്ട്, ചെമ്മ മങ്ങിലുണ്ട്, ഒരു 10 മങ്ങിൽ ബറകാവില്ല, അതിക്ക് ബറകാവില്ല. അപ്പൊ പിന്നത്തെ നേറാസാക്കി 2 മങ്ങിലുണ്ട്. ചൊവ്വാസാവില്ല, തിങ്കളാസാവില്ല. പിന്നെ എപ്പോ അവിടെ നിക്ക് കബർക്ക് പോണു. അൽഹാകുമുത്ത കാഫുറു ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അൽഹാകുമുത്ത കാഫുറു, നിങ്ങളെ തക്കാഫുറു, നിങ്ങളെ ബിസി അത് തടസ്സപ്പെടുത്തി. എന്തിനാ? നല്ല കാര്യങ്ങൾ ചെയ്ത്. ഈ ബിസി എപ്പോഴാണ് നിങ്ങൾക്ക് തീരാ? ഇത് എപ്പോഴും ഉണ്ടാവും. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ മരിച്ചിട്ട് കബർക്ക് പോടെടുത്തോളം ഇത് തീരല്ല, നിങ്ങളെ ബിസി. അതുകൊണ്ട് സഹോദരന്മാരെ, ഉമറാക്കളെ, സഹോദരന്മാരെ മനസ്സിലാക്കണം, നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്ത് ഞങ്ങൾ ചെയ്യേണ്ടത്? ചെയ്യുന്നത് ഓരോരുത്തരും അവനവന്റെ ജമാഅത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അവനവന്റെ ജമാഅത്തെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മതി. പിന്നെ സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കളുണ്ട്, അവർ ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സഹകരിക്കാൻ വേണ്ടി, അപ്പോൾ സഹകരിച്ചാൽ മതി. സഹകരിച്ചാൽ ശരിയാവും, എല്ലാം ശരിയാവും. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായ നമ്മൾ ഒരു കാര്യം ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളവർ ആവണ്ടേ? പോട്ടെ, ദുനിയാവിന്റെ ഒരു പേരകം വേണം,
പലരും പേപ്പറിലെല്ലാം കൊടുക്കുന്നുണ്ട്, പേപ്പറിലും ടി വിയിലെല്ലാം. അങ്ങ് പോയാറ് അവിടെ ആക്കിയാറ് ഇങ്ങനെ ആക്കിയാറ്. ഞങ്ങളെ സുന്നിങ്ങൾ എത്ര ഉണ്ട്? ഇത് കാറ് ഇത് എന്ത് ചെയ്ത് വലമാക്കന്മാർ പലതും ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുന്നു. നമ്മൾ ദൂരത്തെ വിഷയം വേണ്ട, നമ്മുടെ ഇവിടെ സൗത്ത് കന്നഡയുടെ വിഷയം മാത്രം മതി. ഇവിടുത്തെ ഉമറന്റെ വേണം പോലെ പൂർണ്ണമായ സഹകരണം നമ്മൾ കിട്ടുന്നില്ല. ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്താണ്? ജമായത്ത് അടിസ്ഥാനത്തിൽ ജമായത്ത് ഒരു കമ്മിറ്റി എടുക്കണേ, ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ഒരു ഖജാൻജി. ഇരിക്കും മക്കളെ, ഇരിക്കവിടെ പോയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ജമായത്തുകൾ ഇന്ന് നമ്മളെ ഏറ്റവും വലിയ ശക്തിയാണ് മുസ്ലിം ജമായത്ത്. ഈ ജമായത്തിന് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കുന്നു. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് വലിയ വിഷയം എന്താണ്? കമ്മിറ്റി ആക്കിയാൽ ഫസ്റ്റ് എന്താ? ജനറൽ ബോഡിയാക്കി കമ്മിറ്റി എടുത്തിട്ട് പ്രസിഡന്റുമായി സെക്രട്ടറിയായി. ഒന്നാമത്തെ വിഷയം തന്നെ അത് നന്റെ വിസിറ്റിംഗ് കാർഡിൽ അടിക്കണു ജമായത്ത് പ്രസിഡന്റ്. ഒരു വിസിറ്റ് കാർഡ് കൂടി സീലും വേണം ജമായത്ത് പ്രസിഡന്റ്. പിന്നെ നാളത്തെ പേപ്പറിൽ പറഞ്ഞു, അത് ടി വിയിലും പറഞ്ഞു, ഇന്നയാള് പ്രസിഡന്റായിട്ട് അവൻ്റെ സ്വന്തം വിസിറ്റ് കാർഡിലും വേണത് ജമായത്ത് പ്രസിഡന്റ് പോയവിടെ. അതേപോലെ സെക്രട്ടറി എല്ലാം ആക്കണെന്തിരെ ആക്കണേ. ഒന്തിക്ക് എത്ര ബണ്ട് ആ ബണ്ട് ഉള്ളാളത്ത് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒന്തിക ബണ്ട് എത്ര ഇതായിട്ട് പൈസ സീദ് മദനി തങ്ങൾ എല്ലാം ഇവിടെ നടത്തുന്നു. കോളേജും നടത്തുന്നു, ദർസും നടത്തുന്നു, എല്ലാം ഇവിടുത്തെ മദ്രസകളെല്ലാം നടത്തുന്നു. അത് അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ കറാമത്താണ്. സവാവും മഹയാവും മമാത്തും. ഹയാത്ത് ഉണ്ടെങ്കിലും മരിച്ചെങ്കിലും ഒരുപോലെ അവർ നടത്തുന്നതാണ്, വേറെ ആരും നടത്തുന്നതല്ല. ഇത് മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് വലിയ നിഅമത്താണ്, ബറക്കത്താണ് ഈ നാട്ടിലേക്ക് കിട്ടിയത്. പിന്നെ അധിക നാടുകളുടെ വിഷയം എന്താ? കമ്മിറ്റി ആയാൽ പൈസ വന്തിക അതിനെ പിരിപ്പിച്ചിട്ട് ശമ്പളം കൊടുത്തെങ്കിലായി. ശമ്പളം കൊടുത്ത് പിന്നെന്താക്കി? തെർമാസ് പൊളിച്ചും കൊണ്ടുവരണം, സൂപ്പർ കീറിയൊന്ന് കൊണ്ടുവരണം. വാർഷികത്തിൽ വന്നിത്തരാം 3 സൂപ്പർ എടുത്തിട്ട് വാർഷിക റിപ്പോർട്ടിൽ മീറ്റിംഗ് ഒരു വർഷത്തിൽ 12 മീറ്റിംഗ് ആയിട്ട് പിന്നെ അതിലെന്താക്കി 3 സൂപ്പർ, 2 തെർമാസ്, 3 ചട്ടി, എന്ത് ടിഫിൻ കാരിയർ, ഇങ്ങനത്തെ ആയി കണക്ക് സമൗണ്ട് ആയിട്ട്. പിന്നെ ചെമ്മണ്ണും 2 ഓട് പോയിട്ട് അതിർത്തി വെച്ചിട്ട് തരാം. പിന്നെ ബാക്കി വിഷയമൊന്നുമില്ല. നാട്ടിൽ എന്ത് നടക്കുന്നു എൻ്റെ ഒരു സമയം പലയിടത്തും പറഞ്ഞത്. എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഒരാളെ പിടിച്ചിട്ട് കൊണ്ടുവന്നു. അതിൽ പള്ളിൻ്റെ കമ്മിറ്റിൻ്റെ പദാധികാരികളും മൊയിലാറും എല്ലാം ഉണ്ട്. ഇയാളെ മോളുക്ക് ഒരു മാപ്പിള ഉണ്ടോ? പിന്നെ ഇപ്പൊ കുറേ നാളായിട്ട് വേറൊരു മാപ്പിള പണ്ടേ കാണ്ടവിടേക്ക്. എന്തത്? അത് ഇയാള് മുന്നലത്തെ മാപ്പിള അവന് ബറാതെ 2 വർഷമായിട്ട്. അപ്പൊ ഇയാൾ എന്താക്കിയിട്ട് വേറെ ഒരത്തേക്ക് കായത്താക്കിട്ട് കൊടുത്തേ. അത് തലക്കായിട ഇല്ല, ഫസ്റ്റ് ആയിട്ടില്ല. വെക്ക അയാളെ വിട്ട് വെക്കു. എന്താണ് അവന് പണില്ല. പിന്നെ എന്തിക്കാണ് അവന് വേണ്ടാണ് തീരുമാനമാക്കിയാറ്. നാണേ ആക്കിയ ഞാൻ മോളും ചെന്നാൾ പിന്നെ നാനേ തീരുമാനമാക്കി വേറെ അടുത്ത് കായത്താക്കിട്ട് കൊടുത്തേ. ഇതെങ്ങനെ കായത്താവൂടാ? അമ്മ ആറാക്കിടേ ഒരു മൊയിലാറ് എവിടെ മൊയിലാറ് അല്ല എവിടെ ആളെന്നൊക്കെ ഒന്നില്ല. ഇപ്പം അയാളെ പേരും ഒന്നില്ല. ഇങ്ങനത്തെ കുറേ ആളുണ്ട്. മൊയിലാക്കന്മാറിന് കള്ളന്മാർ കുറേ ആളുണ്ട്. അത് തോന്നിയ പോലെ നിക്കായിച്ചു കൊടുക്കുന്നത് എന്താ? അവർക്ക് കിട്ടിയാൽ മതി. 50-100 ഉറുപ്പിക കിട്ടിയാൽ മതി. അല്ല 50-100 എന്നല്ല, ഇങ്ങനത്തെ കള്ള നിക്കാന് അധികം കൊടുക്കാനും റെഡി ആള്. അങ്ങനെ ഇതെല്ലാം ചോദിച്ചിട്ട് അവസാനം ഞാൻ ചോദിച്ച് ഈ ജമായത്തിന്റെ പദാധികാരികളുടെ അല്ല നിങ്ങൾ ഇതൊന്നും അറിയില്ല, അപ്പൊ നിക്കാഹിക്കുമ്പോൾ ജമായത്തിലൊന്നും അറിയില്ലേ?
ഇല്ല അത് ഫസ്റ്റ് നിക്കാഹ് ആയിട് அதுக்கு പിന്നെ പള്ളിയിൽ തെരുപ്പാട്ടാറ് തീരോടിയെല്ലാം തന്നിറാറ് ആയിട്ട് പിന്നെ രണ്ടാമത്തായാലും അന്നൊക്കെ ഞങ്ങളെ ജവാബ്ദാരില്ലതില്ല പിന്നെ നിങ്ങൾക്ക് ജവാബ്ദാരി എന്തിരിക്കടെ ഞങ്ങൾക്ക് പള്ളിയുടെ കണക്ക് സെറ്റിലാക്കിയുണ്ടായെങ്കിൽ പിന്നെ പള്ളി മങ്ങിലത്തെ വകയിൽ ഇത്രയിട്ട് തൻ്റെ കാശുണ്ടോ അത് തന്നേണ്ടായെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താക്കടെ രജിസ്റ്റർ ബുക്ക് നിക്കാഹിൻ്റെ വിവാഹ രജിസ്റ്റർ ബുക്ക് കൊടുക്കടെ മുക്കരിക്കടെ കടത്തരെ എത്രമേ ഞങ്ങളെ ജവാബ്ദാരി പിന്നെ ഞങ്ങൾക്കെല്ലാം അതിൽ അവങ്ങളെ പിറകെ നടക്കും ആവിടാണ്ട് ആവിടാ എനിക്ക് നാ പ്രസിഡന്റ് വിസിറ്റ് കാർഡ് അടിക്കുക ആവിടാ ഇതാണ് സഹോദരന്മാരെ എന്ന് നാട്ടിലെ ദീനീ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കലില്ല വെറും പൈസ ഉണ്ടാക്കുന്നതും അതിനെ ചെലവാക്കുന്നതും ഇത്ര മാത്രം അത് മാത്രമാണോ അത് മാത്രമല്ല പിന്നെ പോക്കറ്റ് നിറക്കുന്ന അങ്ങനത്തെ പണിയുമുണ്ട് ഏറ്റവും വലിയ രുചിയുള്ള പൈസയാണ് പള്ളിൻ്റെ മദ്രസൻ്റെ കോളേജിൻ്റെ യതീം ഖാനൻ്റെ പൈസ ആണ് എന്താ പൈസ അല്ലേ കാസാവുടു പൊതു സ്വത്ത് സാർവജനിക സ്വത്ത് തുഹിദൽ ഫൈഉ ദിവല വൽ അമാനത്തും മഗനമാ വസ്സകാത്തും മഹറമാ അല്ലാഹു നബി പറഞ്ഞു സാർവജനിക സ്വത്തിനെ സ്വന്തം പോലായിട്ട് ഉപയോഗിക്കുന്ന ആള് വന്നെങ്കിൽ അതേപോലെ സക്കാത്ത് കൊടുക്കില്ല അത് നഷ്ടാവില്ലേണ്ടി കൊടുക്കാതെ ഇരിക്കടെ വല്ല അമാനത്ത് മകനമ അമാനത്ത് കയ്യിൽ തന്നത് അത് ലാഭ ആയിട്ട് അമാനത്ത് തന്ന ആചാരെ ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉള്ളൂ ഒരു പ്രായപരാത്ത കിടാവിടേത് ഇത് നിങ്ങൾ വെച്ചോണ്ടാറാ ആ കിടാവ് പ്രായപൻ്റെ എടുത്തോളാം അപ്പൊ എന്തിക്ക് 10 ലക്ഷം എടുത്തോളൂ അല്ല പെഞ്ഞാഴ്ച എന്തിക്ക് 10 ലക്ഷം കൊടുക്കണ്ടേന്ന് പിന്നല്ലേ ഇപ്പൊ അത് പിന്നല്ലേ കൊടുക്കണേ അമാനത്ത് പോട്ടെ ഞാൻ പറയുന്നതിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ആ ഹദീസിൽ തന്നെ നീണ്ട ഹദീസിൽ 10ലധികം കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു വസാദൽ ഖബീലത ഫാസിഖുഹും ഖിയാമത്ത് നാളിന്റെ അടുത്താവുമ്പോൾ ഇവിടെ വരുന്ന നേതാക്കൾ നാട് നടത്തരങ്ങ ആറ് ഫാസിഖിങ്ങ അവിടെ ആറ് അങ്ങക്ക് നിസ്കരിക്കേണ്ട വിഷയമില്ല നിസ്കരിക്കേണ്ട വിഷയം ഉണ്ടെങ്കിൽ വേറെ ഒന്ന് തപ്പിക്കൂ കാസ് കക്കടെ അല്ലെങ്കിൽ കള്ളുടിക്കടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫാസിഖീങ്ങൾ അധികാരത്തിന് വരിക ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്നിട്ട് ഉക്രിമർ മഹാഫത്ത് ഞാൻ അഹദിൽ എല്ലാം പറയല്ല ഉക്രിമർ റജുലു മഹാഫത്തെ ഷദ്ദിഹി എന്നാണ് ചില ആൾ അങ്ങനെ ആക്കണായിട്ട് ബണ്ട് ഞങ്ങളെ റായത്തിൽ അവൻ്റെ മേ ആക്കണം പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ആക്കണം ആക്കില്ലെങ്കിൽ തൊന്തരാവിടും എന്ത് അവൻ ഉപ്പത്തരാക്കട ഭാരി ഫിത്തന ആള് പ്രസിഡന്റ് ആക്കിയുണ്ടെങ്കിൽ തെല്ല സമാധാനം ആവിടും അതാ ഊക്കിരിമർ റജുലു മഖാഫത്ത് ഷദ്ദിഹി ഷെറ് പേടിച്ചിട്ട് ചില ആളെ വലിയ ആളാക്കേണ്ടി വരുന്നത് അല്ലാഹു നബി പറഞ്ഞു ഖിയാമത്ത് നാളിന്റെ അലാമത്താണിത് വകാന സഈമുൽ ഖൗമി അർദലഹും ജനങ്ങൾക്കെല്ലാത്തിനും ഞാൻ എന്നറിയ ജവാബ്ദാരി മുന്നിൽ നിൽക്കാൻ പറ്റിയ ആളാരി വെറും താണാള് ഒരു സ്ഥാനവും മാനവും ഒരു ബലിയില്ലാത്തവൻ അങ്ങനെയുള്ള ആള് ഫാസിഖീങ്ങളൊക്കെ നേതാക്കളായി സാർവജനിക സ്വത്ത് സ്വന്തം പോലെയായി ഉപയോഗിക്കപ്പെട്ടു ഇതൊക്കെ മനസ്സിലാക്കണം ഈ കാലത്ത് പല ആഫത്തൊരു ഫർത്തഖിബു ഇൻദ ദാരിക റീഹൻ ഹംറാഅ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബു കനിളാമിൻ ഖുതിസിൽ കുഫതതാബ ഈ കാലത്താണ് തീക്കാറ്റിന് നിങ്ങൾ കാത്തിരിക്കേണ്ടത് തീന്റെ കാറ്റ് വരും തീക്കാറ്റ് എപ്പ സാർവജനിക സ്വത്ത് സ്വന്തമായിട്ട് ഉപയോഗിച്ചു ഉമറാക്കളുടെ പേര് ഏറ്റുവാങ്ങാൻ ഒരുക്കാം ഞാൻ പ്രസിഡന്റ് ആവണം പള്ളിന്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടി രാത്രി വീടാന്തരം നടക്കുക ഔത്ത് പോണ്ടേ നന്റെ പ്രസിഡന്റ് ആക്കൂ സപ്പോർട്ടാക്കണോ
വോട്ട് കേൾക്കാൻ പോണില്ലേ? അതുപോലെ നാളെ ജനറൽ ബോഡി ഉണ്ട്, നക്ക് സപ്പോർട്ടാക്കണു, സെക്രട്ടറി ആവുകൂ, പ്രസിഡന്റ് ആവുകൂ. എന്തിന് സഹോദരന്മാരെ? യാ അബ്ദുറഹ്മാൻ ലാ തസ്ലിൽ ഇമാറ, നീ അധികാരം ചോദിച്ചു വാങ്ങരുത് അല്ലാഹു നബി പറയുന്നു. ആരാ? അബ്ദുറഹ്മാൻ സമുറ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞാണ്. അബ്ദുറഹ്മാൻ സമുറ ചോദിച്ചെന്തറിയോ? എന്നെ പ്രസിഡന്റ് ആക്കണം, സെക്രട്ടറി ആക്കണമെന്നല്ല, പിന്നെ എനിക്ക് ചെറിയൊരു പണി എന്തെങ്കിലും തരണം, ഒരു ജോലി. അല്ലാഹു നബിന്റെ വലിയ സർക്കാരാണല്ലോ, ഒരു സർക്കാർ ജോലി തരണം, ഇതിന് ജീവിക്കാനൊരു വഴിയായല്ലോ. ഓ അബ്ദുറഹ്മാനെ, ചോദിച്ചു വാങ്ങരുത് അധികാരം. എന്താ? നീ നീ ചോദിച്ചിട്ട് കേട്ടിട്ട് അധികാരം എടുത്തോണ്ടെങ്കിൽ അതിന് നിന്നെ കൊള്ളൻ അല്ലാഹ് ഏൽപ്പിക്കുക, അള്ളാഹിന്റെ സഹായം ഉണ്ടാവുകയില്ല. നീ ചോദിക്കാതെ നിനക്ക് അധികാരം കിട്ടിയെല്ലാരും നീ എന്നാവണമെന്ന്, അപ്പ അള്ളാഹിന്റെ ഭാഗത്ത് നിനക്ക് സഹായം കിട്ടൂ. ഇതാണ് സഹോദരന്മാരെ ഇന്നത്തത്. അധികാരം ചോദിച്ചു വാങ്ങുക, സാർവജനിക സ്വത്ത് അത് ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് ഉമറ ആയിട്ട് ചമയുക. ഈ കാലത്ത് തീക്കാറ്റിന് നിങ്ങൾ കാത്തിരുന്നോളൂ, കാറ്റ് വരുമ്പോൾ അതിൽ തീയുണ്ടാവും. തീയുണ്ടാവാനിന് പണിയുണ്ടോ സഹോദരന്മാരെ? ഇപ്പോൾ കഠിന വർഷം, കുറച്ചു നാൾ മുമ്പ് പെരും ചൂടെത്രയെത്തി. വിദേശ നാടുകളിലെ ചൂട് പോലെ ഇവിടെയും ചൂടിൻ്റെ ഡിഗ്രിയൊക്കെ അധികമായി ചില നാട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും 50-ലും അതിലധികവും ചൂടെത്തിയത്. ഇനി 60-ഉം 65-ഉം ആയാൽ എന്ത് സംഭവിക്കും? ഭൂമിയിലുള്ളത് ഇരിക്കുന്ന ഘനം കുറഞ്ഞ സാധനങ്ങൾ, കടലാസുകൾ പോലത്തെ ഇരിക്കുന്ന സാധനത്തിന് തീ പിടിക്കുകയില്ലേ? അത് തീ പിടിച്ചാൽ മറ്റുള്ള സാധനങ്ങൾക്കും തീ പിടിക്കുകയില്ലേ? കൊടുങ്കാറ്റ്, തീക്കാറ്റ് വരികയില്ലേ? അല്ലാഹു നബി പറഞ്ഞ തീക്കാറ്റ് വരുമെന്ന്. അങ്ങനെയോ അല്ലാത്ത നിലക്കോ തീക്കാറ്റുണ്ടാവും, ഭൂകമ്പമുണ്ടാവും. അതിനെയും കാത്തിരുന്നോ? ഭൂകമ്പം ഇപ്പോൾ നിത്യസംഭവമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് നമ്മളുടെ ഈ പ്രദേശത്തും ഉണ്ടായി ഭൂകമ്പമുണ്ടായി പലപ്പോഴും. ഭൂമി അങ്ങോട്ട് ഇടിഞ്ഞ് വീണ് പോക്ക്, ഭൂമിക്ക് അങ്ങോട്ട് താണുക, അതും ഉണ്ടാവും. കദ്ഫും ഉണ്ടാവും. കദ്ഫ് തന്നെ എന്താ? മേൽഭാഗത്ത് നിന്ന് കല്ല് ഇരുമ്പിടെ പോലല്ല പോളില് ഉൽക്കാപാത്ത എന്ന് പറയുന്നത് കേട്ടില്ലേ? ഉൽക്കാപതനം. ഉൽക്കാതന് ഈ ഭൂമിന്റെ അന്തരീക്ഷത്തിന്റെ അപ്പുറം കുറെ പോയാൽ അവിടെയുണ്ട്. വ്യാഴഗ്രഹത്തിന്റെയും ചൊവ്വഗ്രഹത്തിന്റെയും ഇടയിലും അതിനിപ്പുറവും എല്ലാം കുറെ കല്ലിന്റെ കഷ്ണങ്ങളും ഇരുമ്പിന്റെ കഷ്ണങ്ങളും ഇങ്ങനെ ചുറ്റിക്കൊണ്ടുണ്ടാവും. അത് ചെറുതുണ്ട്, വലുതുണ്ട്, ഗ്രാം കണക്കിനുള്ളതുണ്ട്, കിലോ കണക്കിന്, ടണ്ണ് കണക്കിനുള്ളതുണ്ട്. അങ്ങനെ അവിടെ ചുറ്റിക്കൊണ്ടുണ്ടാവും. ചിലപ്പോൾ ഭൂമിന്റെ അന്തരീക്ഷത്തിലേക്ക് അത് കടക്കും. കടന്നാൽ ചിലതുണ്ടാവും, ചിലപ്പോ നമ്മൾക്ക് കാണും രാത്രി സമയത്ത് നിൽക്കുമ്പോഴേക്ക് അതാ കൊത്തി ഓടേ പായിടേ നക്ഷത്രം ഓടുന്നേ. നക്ഷത്രം ഓടിയിട്ടില്ല. നക്ഷത്രം പണ്ടുണ്ടായ അതേ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഓടിയത് എന്താണ്? അത് ഈ കല്ലിന്റെയോ ഇരുമ്പിന്റെയോ കഷ്ണം ഭൂമിന്റെ അന്തരീക്ഷത്തിൽ കടക്കുമ്പോൾ ഭൂമിന്റെ അന്തരീക്ഷത്തിൽ വരച്ചിട്ട് എന്തായി? തീ പിടിച്ചു. തീ പിടിച്ചിട്ട് ചെറുതാകുമ്പോഴേക്ക് കരിഞ്ഞിട്ട് വെണ്ണൂറായിട്ട് പാഞ്ഞിട്ട് തീർന്നത്. ചിലത് ഭൂമിക്ക് വരും, ഭൂമിക്ക് വീഴും. ഇരുമ്പിന്റെ കഷ്ണങ്ങള്, കല്ലിന്റെ കഷ്ണങ്ങള്, അത് 10 ഗ്രാമുള്ളതാവാം, അല്ലെങ്കിൽ 10, 11, 12, 1 കിലോ ഉള്ളത് 10 കിലോ ഉള്ളതാവാം, കിൻഡൽ കണക്ക്, ടണ്ണ് കണക്കിനുള്ളതാവാം. ഭൂമിക്ക് വീഴും. പലപ്പോഴും വീണിട്ടുണ്ട്. ഇങ്ങനെ വീണതിന്റെ ആ മാതിരി അത് എടുത്ത് വീണത് ഇരിക്കുന്ന ഉൽക്കന്റെ സാമ്പിൾ എടുത്ത് വെച്ചത് പല മ്യൂസിയമുകളിലും കൽക്കത്തയിലും മറ്റും പല സ്ഥലങ്ങളിലും ഉണ്ട്.
ടണ്ണ് കണക്കിനുള്ള കല്ലിന്റെ കഷ്ണം വീണതുണ്ട്. ഇത് ചിലപ്പോൾ വർഷം മഴ പോലെ ഇങ്ങനെ വരും. അങ്ങനെയുള്ള ഫ്രാൻസിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഫുള്ളായിട്ട് ഉൽക്ക പതിഞ്ഞത് ഇരിക്കുന്ന സംഭവമുണ്ട്, ചരിത്രത്തിലുണ്ട്. അതെവിടെയും ആവാം. ഈ ഉൽക്കാപ്പാത്ത ഇത് നമ്മളുടെ ഇവിടെ എന്നല്ല, ഏത് സ്ഥലത്തും ഉണ്ടാവാം. ഈ അക്രമം ചെയ്യുന്ന വെറും ദുനിയാവിന് വേണ്ടി പോരാടുന്ന കാലം, അധികാരത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിയാളെന്ന് പറയണം, ഞാനൊരു അമീർ, വലിയ നേതാവ് എന്ന് പറയണം, എനിക്ക് പേര് കിട്ടണം എന്ന് അധികാരമേറ്റെടുത്ത് സാർവജനിക സ്വത്ത് സ്വന്തമായി ഉപയോഗിക്കുന്ന ഇക്കാലത്ത് ഈ ഉൽക്കാപ്പാത്ത കുറെ കൂടുതലുണ്ടാവുമെന്ന് അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മുസൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബഉ കനിളാമിൻ ഖുതിയ സിൽകുഹു ഫതതാബഉ. അങ്ങനെ പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് കാണും. ഏതുപോലെ ഒരു മാല, ഉദാഹരണം തസ്ബീഹിന്റെ മാല, അതിന്റെ നൂല് പൊട്ടിച്ചിരിങ്ങനെ പിടിച്ചാൽ ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് വരുമല്ലോ. അതുപോലത്തെ എന്തെല്ലാം അത്ഭുതങ്ങൾ, ഇപ്പൊ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ഇപ്പൊ എല്ലാം കേട്ടോണ്ട് വരുന്നുണ്ടല്ലോ, ഒന്നിന്റെ പിറകെ ഒന്ന്. എന്താ, പണ്ടെല്ലാം പനി പിടിച്ചാൽ ടൈഫോയിഡ് അല്ല ന്യൂമോണിയ ഇങ്ങനെയായി. ഇപ്പൊ അങ്ങനല്ല. പിന്നെ ഹന്തി ജ്വറ, നായി ജ്വറ, ബെക്കു ജ്വറ, ഹക്കി ജ്വറ, എല്ലാ ജ്വറ, ഈലി ജ്വറ, എന്തിന് ഇല്ലാത്ത ആന ജ്വറ അതും ഉണ്ടാവും. പുതിയ 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 പേര് പണ്ടില്ലാത്ത. ഇതെല്ലാം പണ്ട് കേട്ടാ അത്ഭുതങ്ങൾ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഈ ഉത്തരവാദിത്ത ബോധം കുറഞ്ഞതിരിക്കുന്ന കാലത്ത് നിങ്ങൾ അല്ലാഹു തആല താഊന് കൊണ്ട്, പ്ലേഗ് രോഗം കൊണ്ടെന്നാക്കും പരിശോധിക്കും. പ്ലേഗ് രോഗം കേട്ടിട്ടില്ലേ? പണ്ടൊരിക്കൽ ഗുജറാത്തിൽ പ്ലേഗ് രോഗം ഉണ്ടായപ്പോ ഇന്ത്യന്റെ ഒരു ഭാഗത്താണ്, ഇന്ത്യന്റെ ഫ്ലൈറ്റ് തന്നെ പുറം നാട്ടിലേക്ക് എവിടെയും പോകാൻ അനുവദിച്ചില്ല, പുറം നാട്ടിനാരും വന്നില്ല. അത്രയും കഠിനമായ രോഗമാണ് താഊൻ. അതുപോലെ നിങ്ങളുടെ മുൻഗാമികൾക്ക് ആർക്കും അനുഭവത്തിനില്ലാത്തിരിക്കുന്ന പല രോഗങ്ങളും പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഉമറാക്കളെ, ഉമറാഇന്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കണം. അവനവന്റെ നാട്ടിലുള്ളതിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കൂ. ആരുണ്ട് ഇവിടെ? പണക്കാരുണ്ട്, പണക്കാരല്ലാത്തവരുണ്ട്. പണക്കാര് പണം കൊണ്ടും അവരെ ദേഹം കൊണ്ടും എന്ത് ചെയ്യണം? അവർ പ്രവർത്തിക്കണം അവരെ നാട്ടിന് വേണ്ടി. നാട്ടിലുള്ള പാവങ്ങൾ, നാട്ടിലുള്ള രോഗികൾ, രോഗം പിടിച്ച് ചികിത്സിക്കാൻ സാധിക്കാത്തവരുണ്ടാവും. തിന്നാൻ ഒന്നുമില്ലാത്തവർ, ഉടുക്കാനില്ലാത്തവർ, പാർക്കാൻ വീടില്ലാത്തവർ. അത് ചിന്തിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളുടെ ഉമറാഇനുണ്ട്, ഉലമാഇനുണ്ട്. ഉലമാ മാത്രം ചിന്തിച്ച് കാര്യമില്ല. ഉമറാഇന്റെ ഉത്തരവാദിത്തമാണ്. അവരവരുടെ നാട്ടിൽ നടക്കുന്ന നിക്കാഹ് എങ്ങനെയാണ് അതറിയണം, അന്വേഷിക്കണം. പാവങ്ങളാകുമ്പോഴല്ലേ ഇങ്ങനെയുള്ള വേണ്ടായിക ഒരു മാപ്പിളയുള്ളതിരിക്കുന്ന പെണ്ണിനെ പിന്നൊരു മാപ്പിളയ്ക്ക് കെട്ടിച്ചു കൊടുക്കുന്ന അവസ്ഥ. അത് നേതാക്കൾ അറിയേണ്ടതല്ലേ, ചിന്തിക്കേണ്ടതല്ലേ സഹോദരന്മാരെ? വെറുതെ നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങുന്നിരിക്കുന്ന ആ അവസ്ഥയിലെത്തരുത്. എന്താ, നമ്മളുടെ നടപടി മോശമാക്കിയിട്ട് ശിക്ഷ വാങ്ങരുത് സഹോദരന്മാരെ. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തരും ജവാബ്ദാരിയുള്ളവരാണ്. എല്ലാരെ ജവാബ്ദാരിയെ സംബന്ധിച്ചും നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ജവാബ്ദാരിയുണ്ട്. ദീനിന് എന്തെങ്കിലും ഇല്ലാത്തത് ആരെങ്കിലും കൂട്ടാൻ പറ്റുകയില്ല, ഉള്ളതിനെ കളയാൻ പറ്റുകയില്ല. സുന്നത്ത് ബിദ്അത്ത് എന്നത് വലിയ വ്യത്യാസമാണ്. അത് ഉലമാഇന് മാത്രം വിട്ടുകൊടുത്ത് ഉമറാഇ ഞങ്ങൾക്ക് ഒരു ജവാബ്ദാരിയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. നാട്ടിലുള്ള പാവങ്ങളെ സംബന്ധിച്ച്
അതുപോലെ തന്നെ നാട്ടിലുള്ള ദീനി ചുറ്റുപാടിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഉത്തരവാദിത്തം ഉമറാഇനുണ്ട്. കമ്മിറ്റി ഉണ്ടാക്കി, പ്രസിഡന്റാക്കി പേര് കേട്ടാൽ മാത്രം പോരാ. ഇതൊക്കെ മനസ്സിലാക്കേണ്ടതിരിക്കുന്ന വിഷയമാണ്. വളരെ അത്യാവശ്യമായ വിഷയമാണ്. ഇതിനേക്കാൾ വലിയ ഒരു കൂട്ടം തന്നെ നമ്മൾ എല്ലാവരെയും കൂട്ടി നമ്മളുടെ ജില്ലയിലുള്ള മുഅ്മിനീങ്ങളെ തന്നെ കൂട്ടിയിട്ട് ഒരു പരിപാടി വലുത് നടത്തിയിട്ട് ഒരു ഉത്ബോധനം നടത്തേണ്ട ആവശ്യമുണ്ട്. അതിവിടെ ഉള്ളാളം ജമാഅത്ത് വിചാരിച്ചാൽ സാധിക്കുകയും ചെയ്യും. എല്ലാവരെയും വിളിച്ചുകൂട്ടി നമ്മൾക്ക് ആവശ്യമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആരന്നും കൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ നമ്മളെ കുമ്പള അടുത്ത് ഉള്ള ലത്തീഫിയ എന്നൊരു സ്ഥാപനമുണ്ട്. പിന്നെ അതിൽ കുറേ നല്ല ദീനി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ആളുകൾ ഇവിടെ കളക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അറിയുന്ന സ്ഥാപനമാണ്. ഞാനും അതിൽ ചെറിയൊരു പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ഇന്ന് ഇവിടെ വരുമ്പോൾ അതിൻ്റെ കളക്ഷൻ ഇവിടെ ആൾ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അവിടെ വന്നവരുണ്ട്. ആരതിൻ്റെ ആൾ നിങ്ങളാ? ആര്? ലത്തീഫിയാണ്.